ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ, ലാ ശക്ക ഫീഹി, സംശയിക്കുകയേ ചെയ്യേണ്ട അതിൽ, സലാത്തു ദഅവാതിൻ മുസ്തജാബാത്, 3 പ്രാർത്ഥനകൾ ഉടനടി ഉത്തരമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. സലാത്തു ദഅവാത്, 3 പ്രാർത്ഥനകൾ മുസ്തജാബാത്തുൻ, ഉടനടി ഉത്തരമുള്ള പ്രാർത്ഥനകളാ. ലാ ശക്ക ഫീഹിന്ന, അതിൽ സംശയിക്കുകയേ ചെയ്യേണ്ടതില്ല. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ഒന്നേതാ, ദഅവത്തുൽ വാലിദൈനി അലാ വലദിഹിമാ, മാതാപിതാക്കൾ മക്കൾക്കെതിരായി നടത്തുന്ന പ്രാർത്ഥനയാണ്. മാതാപിതാക്കൾ മക്കൾക്കെതിരായി നടത്തുന്ന പ്രാർത്ഥന ഉടനടി ഉത്തരമുള്ള പ്രാർത്ഥനയാണ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തതോ, വദഅവത്തുൽ മളലൂം അലല്ലാലിം, അക്രമിക്കെതിരായി അക്രമിക്കപ്പെടുന്നവൻ നടത്തുന്ന പ്രാർത്ഥനയാണ്. അക്രമിക്കെതിരായി ആക്രമിക്കപ്പെടുന്നവൻ നടത്തുന്ന പ്രാർത്ഥനയാണ് രണ്ടാമത്തെ പ്രാർത്ഥന. അതിൻ്റെയും അല്ലാഹുവിൻ്റെയും ഇടയിൽ മറയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് ഇൻസൾട്ട് ചെയ്യരുത്, ഒരു കുട്ടിയെ പോലും ഇൻസൾട്ട് ചെയ്യരുത്. ഒരു കുട്ടിയെ പോലും ഇൻസൾട്ട് ചെയ്യരുത്. അല്ലേ? ഖൽബിനുണ്ടാക്കുന്ന വേദന, ആ വേദനക്ക് അപ്പം തന്നെ തിരിച്ചടി കിട്ടുന്നു. അല്ലാഹു കാക്കട്ടെ, ഒക്കെ പറയും അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവേ, അറിയാതെ വന്നു പോയെങ്കിൽ നീ പൊറുക്കണേ അല്ലാ. പഴയ കാലത്തെ മഹാന്മാർ നായയെ കണ്ടാൽ പോലും, നായ എത്ര നികട്ട ജീവിയാണ്. പഴയ കാലത്തൊരു മഹാനൊരു നായയെ കണ്ടത്. കുറേ ആളുകൾ ആ നായയെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. ഇയാൾ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ നായയെ കളിയാക്കണത്? ആ സൃഷ്ടിയെ സൃഷ്ടിച്ചതോ അല്ലല്ലേ? ഇപ്പോൾ വിലറിന നായല്ലേ, അല്ല നികട്ട ജീവിയാന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഈ മഹാൻ പറഞ്ഞു, എന്താ അറിയോ, നായയാണോ നമ്മളാണോ ഉഷാർന്ന് തിരണമെങ്കിൽ സിറാത്ത് പാലം കടക്കണം. സിറാത്ത് പാലം കടക്കണ ഒരു നായ ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ നായ ഖിത്മീറാണ്. ഈ നായയുടെ കൂട്ടത്തിലാണെന്നറിയില്ല. സിറാത്ത് പാലം നമ്മൾ കടന്നെങ്കിൽ നമ്മൾ ഈ നായേക്കാൾ ഉഷാറെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഈ നായേക്കാൾ മോശമാ. ഉലൈക കൽ അൻആം ബൽ ഹും അളൽ. ചില മനുഷ്യന്മാർ മൃഗങ്ങളെ പോലെയാണ്, അല്ല അവരെക്കാളും അതപ്പതിച്ചവരാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? ആ കൂട്ടത്തിലാണോ നമ്മളെന്ന് തിരിയണമെങ്കിൽ സിറാത്ത് പാലം കടക്കണമെന്ന മഹാന്മാർ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് അക്രമം എന്നല്ല, കൈകൊണ്ട് അക്രമം തന്നെ ആയിക്കൊള്ളുന്നില്ല. ഏത് അക്രമവും അള്ളാഹുവിന് ഇഷ്ടപ്പെടില്ല. രാജാതിരാജനായ അള്ളാഹുവിന് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഈ നാട്ടിൽ എൻ്റെ ചെറുപ്പക്കാരോടൊക്കെ പറയാം, എവിടെ ആ ക്യാൻസർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എവിടെ ഉണ്ടോ സാർ? ഈ പുതിയാപ്പളോണ സമയത്ത് കോമാളി കളിക്കണ പരിപാടി ഇവിടെ ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. അൽഹംദുലില്ലാഹ്. എൻ്റെ ചെറുപ്പക്കാരോട് പറയാം, അതില്ലാതെ നമ്മുടെ മഹല്ലിനെ അതില്ലാതെ പിടിച്ചു നിർത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ചെറുപ്പക്കാരെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നല്ലോല അവിടെയുള്ള മക്കളൊക്കെ നല്ലോല, നല്ല മര്യാദ ഉള്ളോല, നല്ല മര്യാദയും ബഹുമാനവും ഒക്കെ ഉള്ള തലമുറയാണ്. അല്ലാ, ഭാവിയിൽ നിന്റെ പരിശുദ്ധമായ ദീൻ ഏറ്റെടുക്കാൻ പറ്റാവുന്ന മുത്തഖീങ്ങളാക്കിയവരെ നീ മാറ്റണേ റബ്ബേ. ഭാര്യ വീട്ടിൽ പോയിട്ട് കടക്ക വലിച്ചു കീറുക, AC കേട് വരുത്തുക, അവിടെയുള്ള കസാല പൊട്ടിക്കുക, ജനൽ ചില്ല് അടിച്ചു പൊട്ടിക്കുക, അവിടെയുള്ള മനുഷ്യന്മാരുടെ മേത്തൊക്കെ ബൾബ് സ്പ്രേ വിതറുക, അല്ലേ പൊടികൾ വിതറുക, ഇങ്ങനെ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അതിൻ്റെ ഒക്കെ പേര് അക്രമം എന്നാണ്. അതിൻ്റെ ഒക്കെ പേര് അക്രമം എന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ അക്രമിയായിരുന്നു ആര്? ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ. ഹൽ അതാക ഹദീസു മൂസ, ഹൽ അതാക ഹദീസു മൂസ ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്കാ ലോകത്തെ ഏറ്റവും വലിയ ക്രൂരതയും അക്രമവും കാണിച്ച ആളായിരുന്നു ഫിർഔൻ എന്ന ഫറോവ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കേട്ടോളിട്ടോ, നല്ലോ ശ്രദ്ധിക്കണേ. ഈ ഫറോവ എന്തിനാ അള്ളാഹു ഏതോ കാലത്ത് കഴിഞ്ഞ ഒരു ചരിത്രം എന്തിനാ നമുക്ക് പറഞ്ഞത്? ആ ഫറോവയുടെ സ്വഭാവമുള്ള ധിക്കാരികൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോ.
ആരാന്ന് പേരൊന്നും ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തായിരുന്നു ഫറോവയുടെ ക്രൂരതയെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَصُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ അല്ലാഹു മൂസ അലൈഹിസ്സലാമിന്റെ ജനതയോട് സംസാരിക്കുകയാണ്. ഫിർഔന്റെ കിങ്കരന്മാരിൽ നിന്ന്, അവരുടെ സൈന്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലയോ? എന്തായിരുന്നു ഫറോവയും ഫറോവയുടെ ആളുകളും ചെയ്തിരുന്നത്? യസൂമൂനകും സൂഅൽ അദാബ്, വേദനാജനകമായ ശിക്ഷ അവർ നിങ്ങളെ അനുഭവിപ്പിച്ചിട്ടില്ലായിരുന്നില്ലേ? എന്തൊക്കെയാണ് അവർ ചെയ്തത്? യുദബ്ബിഹൂന അബ്നാഅകും, നിങ്ങളുടെ കൂട്ടത്തിലെ ആൺകുട്ടികളെ അവർ അറുകൊല ചെയ്യുകയാണ്. അല്ലേ? ഫറോവ ഒരു സ്വപ്നം കണ്ടല്ലോ. എന്താ കണ്ട സ്വപ്നം? എന്തായിരുന്നു ഫറോവ കണ്ട സ്വപ്നം? ബൈത്തുൽ മുഖദ്ദസിൽ നിന്നൊരു പ്രകാശം മേലോട്ട് പൊങ്ങുകയും ആ പ്രകാശം ഈജിപ്തിലുള്ള എല്ലാ വീടുകളിലും വന്ന് വീഴുകയും ചെയ്യുന്നതാണ്. ഏത് വീടുകളിൽ? ഖിബ്തികളുടെ വീടുകളിൽ. ബനു ഇസ്രായേലികളുടെ വീടുകളിൽ ഇല്ല, ഖിബ്തികളുടെ വീടുകളിൽ വന്ന് വീഴുന്നതായാൽ കാണുന്നത്. ഉടനെ തന്നെ ഫറോവ കൊട്ടാരത്തിലുള്ള ജ്യോത്സ്യന്മാരെ വിളിച്ചിട്ട് ഇതിന്റെ കാര്യം അന്വേഷിച്ചു. അവർ പറഞ്ഞു, നിങ്ങളുടെ അധികാരം തകർക്കാൻ പോകുന്ന ഒരു കുട്ടി ബനു ഇസ്രായേൽ ജനിക്കാൻ പോകുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ പാടെ ബനു ഇസ്രായേലിൽ ജനിക്കാൻ പോകുന്ന മുഴുവൻ കുട്ടികളെയും അറുകൊല ചെയ്യാനാണ് ഫറോവ ഉത്തരവിട്ടത്. ആയിരങ്ങളല്ല, പതിനായിരങ്ങളാ, ലക്ഷക്കണക്കായ കുഞ്ഞുങ്ങളാണ് ക്രൂരമായി അറുകൊല ചെയ്യപ്പെട്ടത്. നിങ്ങൾ ആലോചിക്കണം. അതേ സമയത്താണ് ഫറോവയുടെ കണ്ണിൽപ്പെടാതെ മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു ജനിപ്പിക്കുന്നത്. എവിടെ? മൂസ അലൈഹിസ്സലാമിന്റെ മാതാവ് മൂസ അലൈഹിസ്സലാമിന് ജന്മം നൽകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതോ, ഇവർ മെനയുന്ന തന്ത്രങ്ങൾ തന്നെ അവർക്ക് തിരിച്ചടിക്കും. നോക്കങ്ങള്, അതാ വരാൻ പോണ്. ഇരുന്ന് കണ്ടോളൂ. രാഷ്ട്രീയ നിരീക്ഷകർ കൃത്യമായി നിരീക്ഷിച്ചാൽ അവർക്ക് കാണാൻ പറ്റും. ഇവരുണ്ടാക്കുന്ന നിയമങ്ങൾ തന്നെ അവർക്ക് തിരിഞ്ഞടിക്കുന്ന കാലം വരും. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു വീഴുകയാണ്. ഉമ്മയുടെ മടിത്തട്ടിലേക്ക് ജനിച്ചു വീണു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ മാതാവ് ഭയപ്പെടുകയാണ്. പഠിച്ചോനെ, കുട്ടിയെ കണ്ടാൽ ഫറോവയുടെ കിങ്കരന്മാർ പിടിച്ചുകൊണ്ടുപോലല്ലേ. ചില ആളുകൾക്ക് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഭയങ്കര ജനസംഖ്യാ നിയന്ത്രണത്തിന് ഭയങ്കര താല്പര്യമാണ്. മലപ്പുറത്തുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ജനസംഖ്യാ നിയന്ത്രണം നടത്തുക അത് ചിലർക്ക് ഭയങ്കര താല്പര്യമാണ്. അത് ഇന്നുള്ള സ്വഭാവമല്ല, പണ്ടേയുള്ള സ്വഭാവമാണ്. പണ്ടേയുള്ള സ്വഭാവമാണ്. അങ്ങനെ ഒന്നല്ല, ഒരുപാട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ശത്രുക്കളുടെ തന്ത്രങ്ങളിൽ നമ്മൾ വീണുപോകുന്നു എന്നതാണ് വേദനാജനകമായ മറ്റൊരു വാർത്ത. എന്റെ സഹോദരങ്ങളെ, ശത്രുക്കളുടെ തന്ത്രങ്ങളിൽ വീണുപോകുന്നുവെന്ന് എന്താ പറഞ്ഞത്? തോന കുട്ടികളുണ്ടായ ദാരിദ്ര്യം ഉണ്ടാവുന്ന. തോന കുട്ടികളുണ്ടായ ദാരിദ്ര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉസ്മാനാജി, നിങ്ങളെ ചെറുപ്പത്തിൽ എപ്പോഴും തിന്നാൻ അരിയും ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു? സത്യം പറയണം. 3 നേരം അരി ഭക്ഷണമായിരുന്നു തിന്നുന്നത്? അല്ല. വാഴത്തണ്ട്, ചേനത്തണ്ട്, ചേമ്പിൻ്റെ തണ്ട്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾക്ക് എന്നിട്ടാ വയറ് നിറക്കുക. അന്ന് ജനസംഖ്യ കുറവല്ലേ? അന്നല്ലേ ഏറ്റവും കൂടുതൽ പുഷ്ടിയുള്ള കാരുണ്ടാവേണ്ടി? മനുഷ്യന്മാരെ വിഡ്ഢിത്തം പഠിപ്പിക്കേ. ചൈന എന്ന് പറയുന്ന രാജ്യം ഇത്ര വലിയ സമ്പന്ന രാജ്യമായത് അതിന് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് കൊണ്ടാണ് എന്ന് പഠനം തെളിയിച്ചില്ലേ? മാൻ പവറാണ് ഏറ്റവും വലിയ പവർ. മാൻ പവറാണ് ഏറ്റവും വലിയ പവർ. ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും കവച്ചു വെച്ചില്ലേ? എന്നിട്ട് നമ്മളോട് വന്നിട്ട് പറയാ തോന കുട്ടികളുണ്ടായാൽ ദാരിദ്ര്യം ഉണ്ടാവുന്നു. അള്ളാഹു പറഞ്ഞതെന്താ? നാമാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത്, അവർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കുമെന്ന അള്ളാഹു പറഞ്ഞത്. നമ്മുടെ വിശ്വാസത്തെയല്ലേ ചൂഷണം ചെയ്തു പോയത്? ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മൂസ അലൈഹിസ്സലാം ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാം തന്റെ വീട്ടിൽ ജനിച്ചു വീഴുന്നത് അള്ളാഹു പ്രിയപ്പെട്ട മാതാവ് മൂസ അലൈഹിസ്സലാമിന്റെ മേൽ ഭയപ്പെട്ടപ്പോഴാണ്. അള്ളാഹു വഅൗഹൈനാ ഇലാ ഉമ്മി മൂസ വഅൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇ ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖിഹി ഫിൽ യം.
മൂസാ അലൈഹിസ്സലാമിന് ഉമ്മാക്ക് ബോധനം കൊടുത്തു, കുട്ടിക്ക് മുല കൊടുക്കാൻ. കുട്ടിയുടെ ജീവനിൽ ഭയപ്പെട്ടാൽ അവനെ പെട്ടിയിലാക്കിയിട്ട് അടക്കം ചെയ്ത് നൈൽ നദിയിൽ ഒഴുകാൻ. നൈൽ നദിയിലൂടെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, വിശാലമാണ് ചരിത്രം. നൈൽ നദിയിലൂടെ ഈ പെട്ടി ഇങ്ങനെ ഒഴുകി വരുമ്പോഴാ കൊട്ടാരമുറ്റത്തിരിക്കുകയായിരുന്ന ഫറോവ അത് കാണുന്നത്. തന്റെ സേവകനോട് ആ പെട്ടിയെടുത്തു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. പെട്ടി കൊണ്ടുവന്നോ. കൊട്ടാരമുറ്റത്ത് വെച്ച് ആ പെട്ടി അങ്ങ് പൊളിച്ചു നോക്കുമ്പോഴാ അതാ സുന്ദരനായൊരു കുട്ടിയെ ആ പെട്ടിക്കകത്ത് കാണുന്നത്. ഉടനെ തന്നെ ഫറോവയുടെ ഭാര്യയാണ് ആസിയാ ബീവി റളിയല്ലാഹു അൻഹാ. ഖുർആൻ പറഞ്ഞ പെണ്ണാണല്ലോ അല്ലേ? ഖുർആൻ പറഞ്ഞ പെണ്ണ്. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഫറോവയുടെ അവസാനത്തെ ഭാര്യയാണ്. അവസാനത്തെ ഭാര്യയാണ് ഒരു അഭിപ്രായം. അവസാനത്തെ ഭാര്യയാണ്. ഫറോവക്ക് ധാരാളം കുട്ടികൾ, ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അതിനൊക്കെ പുറമെ ഏറ്റവും വലിയ ധിക്കാരിയായിരുന്നു, തമ്മാടിയായിരുന്നു ഫറോവ. ലോകരാജ്യങ്ങളിൽ നിന്ന് സുന്ദരികളായ പെണ്ണുങ്ങളെ തന്റെ രാജ്യത്ത് ഇറക്കുമതി ചെയ്ത് അവരുമായി ലയിക്കുമായിരുന്നു, വ്യഭിചരിക്കുമായിരുന്നു ഫറോവ. ആസിയ ബീവി റളിയല്ലാഹു അൻഹ തന്റെ മാതാവിനോടൊപ്പം നൈൽ നദിയിലേക്ക് കുളിക്കാൻ പോകുമ്പോഴാണ് ഫറോവ ആസിയ ബീവിയെ കാണുന്നത്. കണ്ട മാത്രയിൽ ഫറോവക്ക് ആസിയ ബീവി വല്ലാത്ത താല്പര്യം തോന്നി. കാരണം എന്താ? വല്ലാത്ത സുന്ദരിയാ. പെങ്ങളെ, നിങ്ങൾ കേൾക്കണോ? നിങ്ങൾ കേൾക്കണം ആസിയ ബീവിയെ കുറിച്ച്. എന്റെ പെങ്ങളെ, ചെറിയൊരു സൗന്ദര്യം ഉണ്ടാകുമ്പോഴേ അഹങ്കരിക്കുന്ന പെങ്ങളെ, ആ സൗന്ദര്യമല്ല അന്യർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന പെങ്ങളെ, നിങ്ങൾ കേൾക്കണം ആസിയ ബീവിയെ കുറിച്ച്. വല്ലാത്ത സൗന്ദര്യമാ ആസിയ ബീവിക്ക്. ഫറോവക്ക് എല്ലാ ദിവസവും ഒരു ഉലാത്തരുണ്ട് തന്റെ പട്ടണത്തിലൂടെ. എല്ലാ സൈനികരുടെയും കൂടെ ഒരു ഉലാത്തരുണ്ട് ഫറോവക്ക്. ഇതേ ഒരു ദിവസം ഇങ്ങനെ ഉലാത്തുമ്പോഴാണ് ആസിയ ബീവി മാതാവിന്റെ കൂടെ കുളിക്കാൻ പോകുന്നത് കാണുന്നത്. വല്ലാത്ത സൗന്ദര്യമാ. ഫറോവ അതിൽ ആകർത്തനായല്ലോ. ഫറോവ ആസിയ ബീവിയിൽ ആകർത്തനായി. തന്റെ പരിചാരകരെ, തന്റെ കിങ്കരന്മാരെ, സന്ദേശവാഹകരെ പറഞ്ഞയച്ചല്ലോ ഫറോവ. ആസിയായുടെ വീട് എവിടെയാ? വാപ്പയാരാ? എല്ലാം അറിയാൻ, എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി വാപ്പയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ആസിയെ എനിക്ക് കല്യാണം ചെയ്തു തരണമെന്ന്. കല്യാണം ചെയ്യൂല എന്ന് പറഞ്ഞാലോ പിന്നെ തീക്ഷ്ണമായ വിഷമങ്ങൾ, പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഗത്യന്തരമില്ലാതെയാ ആസിയ ബീവിയെ മാതാപിതാക്കൾ ഫറോവക്ക് കല്യാണം ചെയ്തു കൊടുക്കുന്നത്. രണ്ടുപേരും തമ്മിൽ വലിയ വയസ്സിന്റെ അന്തരമുണ്ട്. എന്നാൽ ആസിയ ബീവിയുടെ കുടുംബക്കാർ, ആസിയ ബീവിയുടെ കുടുംബം വല്ലാത്ത മദനത്തെയുള്ള കുടുംബമാ. ആസിയ ബീവിയും സത്യസന്ധയാ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരിക്കൽ പോലും ഫറോവക്ക് ആസിയ ബീവിയിൽ ലയിക്കാനുള്ള അവസരം കൊടുത്തില്ല. ശാരീരികമായ ബന്ധം അവർ മുഖേന ഉണ്ടായിട്ടില്ല. എന്താ കാരണമെന്നറിയോ? ആസിയ ബീവിയെ ശാരീരികമായി ബന്ധപ്പെടണമെന്ന് ഫറോവ വിചാരിക്കുമ്പോഴേ ഫറോവയുടെ ശരീരം താനെ തളർന്നു പോകാം. അല്ലാഹു ആ തമ്മാടിയിൽ നിന്ന് ആസിയ ബീവിയെ രക്ഷപ്പെടുത്തിയതെങ്ങനെയാ? പെങ്ങളെ, രാജാതിരാജനായ അല്ലാഹുവിനോട് നിഷ്കളങ്കമായ ഒരു ഹറാമിലും എന്നെ പെടുത്തരുത് അല്ലാ എന്ന് ദുആ ചെയ്താൽ ഒരു തമ്മാടിയുടെയും കെണിവലയിൽ നമ്മൾ പോയി വീഴില്ല. എന്റെ സഹോദരി, പെങ്ങളെ, എന്റെ പൊന്നുമക്കളെ നീ കാക്കണേ അല്ലാ എന്ന് എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി പറഞ്ഞേക്കുന്ന സമയത്ത് ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ കാവലുണ്ടാകും. എന്റെ പെങ്ങളെ,
ചരിത്രമാ പഠിപ്പിക്കുന്നത്, നമ്മെ അള്ളാഹു പഠിപ്പിക്കുകയാ. ഏതായാലും അതാ വിവാഹം നടന്നു. ആസിയ ബീവി ഫറോവയുടെ കൂടെ ജീവിക്കുകയാണ്. അപ്പോഴാണല്ലോ മൂസ അലൈഹിസ്സലാമിന്റെ ഈ പെട്ടി, മൂസാ നബി അലൈഹിസ്സലാം ഈ പെട്ടിയിൽ എന്റെ അകത്തായി കൊട്ടാരമുറ്റത്തെത്തുന്നത്. ആസിയ ബീവി പറഞ്ഞ ഫറോവയോട്, ഓ എന്തൊരു നല്ല സുന്ദരനായ കുട്ടിയാ, ഈ കുട്ടിയെ നമുക്ക് ദത്തെടുക്കാമെന്ന്. അപ്പൊ ഫറോവ ചോദിച്ചത്രേ, ഇത് ഞാൻ ആ സ്വപ്നം കണ്ട കുട്ടിയാവോ? അപ്പോൾ ചോദിച്ചു അത്രേ. അപ്പൊ ആ സേവി പറഞ്ഞത്ര, എന്തോ ഒരു നിഷ്കളങ്കനായ കുട്ടി, എന്തൊരു സൗന്ദര്യം, നമുക്ക് പോറ്റാം, വളർത്താം. പക്ഷേ ഇതാ കുട്ടിയാകുമോ, ആ കുട്ടിയാകുമോ എന്ന് പരിശോധിക്കാനായി അവർ ഒരു തന്ത്രം മനഞ്ഞത്രേ. ഈ കുട്ടിയുടെ മുമ്പിൽ തീയും അതേപോലെ സ്വർണവും വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അവർ ചിന്തിച്ചത്, സ്വർണമാണ് ഈ കുട്ടി പിടിക്കുന്നത് എങ്കിൽ ഇതാ കുട്ടിയാണ് എന്ന് വിലയിരുത്തപ്പെടാൻ, തീയാണ് പിടിക്കുന്നതെങ്കിൽ സാധാരണ കുഞ്ഞാണെന്ന് മനസ്സിലാക്കാൻ. ചരിത്രം പറയുന്നത് മൂസ അലൈഹിസ്സലാം സ്വർണത്തിന് നേരെ കൈ കൊണ്ടുപോയെന്നാണ്. അള്ളാഹു കൈ തട്ടിത്തെറിപ്പിച്ചത്രേ ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് മൂസ അലൈഹിസ്സലാം കുഞ്ഞാണ്, തീയെടുത്ത് വായിൽ ഇടുകയാണ്. അതുകൊണ്ട് നാവ് പൊള്ളിപ്പോയി. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാമിന് ശരിക്കും സംസാരിക്കാൻ കഴിയില്ല, വിക്കുണ്ടായിരുന്നു നാവിന്. അതുകൊണ്ടല്ലോ മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു ഫറോവയുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞപ്പോ മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞത്, അല്ലാഹ് എനിക്ക് വിക്കുണ്ടല്ലോ റബ്ബേ, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് ഹാറൂനെയും നീ പ്രവാചകനായി നിയോഗിക്കണേ എന്ന്. അങ്ങനെ അല്ലാഹു ഹാറൂൻ അലൈഹിസ്സലാമിനെയും പ്രവാചകനായി നിയോഗിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരുമാണ് കൊട്ടാരത്തിൽ നിന്ന് സംസാരിക്കുന്നത്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഫറോവയെ പ്രബോധനം ചെയ്തപ്പോൾ അംഗീകരിച്ചില്ല എന്ന് മാത്രല്ല, എല്ലാം കേട്ടിട്ട് അവൻ പറഞ്ഞതെന്താ, ഹല്ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ ഫഅറാഹുൽ ആയതൽ കുബ്രാ فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى. ഫറോവ എല്ലാവരോടും ധിക്കാരത്തോടെ പറഞ്ഞു, മൂസയുടെ റബ്ബല്ല റബ്ബ് ഞാനാണ്, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞു. എന്നാൽ ഫറോവയെ കൊട്ടാരത്തിൽ ചെന്ന മൂസ അലൈഹിസ്സലാം പ്രബോധനം ചെയ്തപ്പോ ഫിർഔൻ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലോ ഫറോവയുടെ കൊട്ടാരത്തിനകത്ത് വെച്ച് ആസിയ റളിയല്ലാഹു അൻഹാ വിശ്വസിക്കുകയാ, ഈമാൻ കൊള്ളുകയാണ്, പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരാൻ. എന്നാൽ ദീനിലേക്ക് കടന്നു വന്ന കാര്യം ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ഫറോവയെ അറിയിച്ചില്ല. ആസിയ ബീവി മാത്രമല്ല, ഫറോവയുടെ കൊട്ടാരത്തിലെ സേവകയായിരുന്ന ഫറോവയുടെ കൊട്ടാരത്തിലെ സേവകയായിരുന്ന പെണ്ണും വിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. ആ സ്ത്രീയും പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. ഫറോവയുടെ കൊട്ടാരത്തിൽ രണ്ടാളുകൾ വിശ്വസിച്ചു. ഒന്ന് ആസിയാണ്, മറ്റൊന്ന് മാഷിതയാണ്. മാഷിത ബീവി മാത്രമല്ല, മാഷിത ബീവിയുടെ ഭർത്താവും വിശ്വസിച്ചു, അതേപോലെ കുട്ടികളും വിശ്വസിച്ചു. അവർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഫറോവ ഈ വിവരം അറിഞ്ഞിട്ടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹീമീനായ അല്ലാഹ്, സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഇന്നലെ എത്ര കിട്ടിയെന്ന് പറഞ്ഞു കൊടുത്തില്ലല്ലോ. ഇന്നലെ 15,200 കിട്ടിയാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഒരു 25,000 കിട്ടൂലേ സുബാനാജി? നിങ്ങൾ പോക്കറ്റിൻ്റെ അടിയിലാ തപ്പണെന്ന് തോന്നല്ലോ. പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ഇല്ലാന്ന് തോന്നണം ഒപ്പരടുത്ത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റഹീമീനായ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. മാഷിത ബീവി റളിയല്ലാഹു അൻഹയും വിശ്വസിച്ചിരിക്കുകയാണ്. ഫറോവ വിവരം അറിയില്ല. കൊട്ടാരത്തിൽ ഇവർ രണ്ടുപേരും വിശ്വാസികളായി കടന്നു വന്നിട്ടുണ്ട്. രഹസ്യമായാണ് അവർ ഇബാദത്തുകൾ ചെയ്യാറുള്ളത്. അങ്ങനെ അതാ മാഷിത ബീവി റളിയല്ലാഹു അൻഹാ ഒരു ദിവസം കൊട്ടാരത്തിൽ ഫറോവയുടെ കുട്ടികളുടെ മുടി ഇങ്ങനെ ചീകി കൊടുക്കുകയാണ്.
അപ്പോഴാ കയ്യിൽ നിന്ന് ചീർപ്പ് നിലത്തേക്ക് വീണപാടെ മാഷിദ ബീവി റളിയല്ലാഹു അൻഹാ ആ ചീർപ്പെടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ അല്ലാഹ് എന്ന് പറയുകയും ചീർപ്പെടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് പിന്നെയും വാരാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ഫറോവയുടെ കുട്ടികൾ, ഫറോവക്ക് ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല, പെൺകുട്ടികളാണ്. അവർ ഉപ്പയെ വിവരമറിയിക്കുകയാണ് ഫറോവയെ. മാഷിദ ബീവി അങ്ങയിലല്ല വിശ്വസിക്കുന്നത്. മാഷിദ മൂസയുടെ റബ്ബിന്റെ പേര് പറയുന്നത് ഞങ്ങൾ ഇന്ന് കേട്ടല്ലോ എന്ന് മക്കൾ ഉപ്പയോട് പറയുന്നത്. ഉടനെയാ മാഷിദ ബീവിയെ പിടിക്കുകയാണ് ഫറോവ. പിടിച്ചിട്ട് ചോദിച്ചു, മാഷിദ നീ മൂസയുടെ റബ്ബിൽ വിശ്വസിച്ചിട്ടുണ്ടോ? മാഷിദ ബീവി റളിയല്ലാഹു അൻഹാ നിസ്സങ്കോചം പറഞ്ഞല്ലോ, ആമന്തു ബിറബ്ബി മൂസ വഹാറൂൻ, ഞാൻ മൂസാ നബിയുടെയും ഹാറൂൻ അലൈഹിസ്സലാമിന്റെയും മതത്തിലാണ്. ഫറോവ പറഞ്ഞു, മാഷിദ നീ മാറണോ? മാഷിദ ബീവി ഫറോവയുടെ കൊട്ടാരത്തിലെ പരിചാരികയാ. മാഷിദ ബീവിയോട് പറഞ്ഞല്ല, മാഷിദ നീ മാറണോ? മാഷിദ പറഞ്ഞു, മാറാൻ ഞാൻ തയ്യാറല്ല. മാഷിദയുടെ ഭർത്താവും മക്കളൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഫറോവ പിടികൂടുകയാണ്. മാഷിദ ബീവിയോട് പറഞ്ഞു, മാഷിദ നീ മാറിയില്ലെങ്കിൽ, നിന്റെ ഭർത്താവും മാറിയില്ലെങ്കിൽ മാതൃകാപരമായി ഞാൻ ശിക്ഷിക്കുമെന്ന്. ഈ രാജ്യത്ത് ഒരാളും പിന്നെ ആ മതത്തിലേക്ക് കടന്നു പോകാൻ പാടില്ല. ആ രീതിയിലാ ശിക്ഷാ നടപടികൾ ഞാൻ നടപ്പിൽ വരുത്തുക എന്ന് പറഞ്ഞത്. ഈ സാഹചര്യം നമ്മളെ നാട്ടിലുണ്ടായില്ലേ? ഈ സാഹചര്യം കാസർഗോഡ് ഉണ്ടായില്ലേ? സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് തടഞ്ഞു നിർത്തുക, ഇത് പഴയ കാലത്തെ ഉള്ള സ്വഭാവമാണ്. പക്ഷേ മാഷിദ ബീവി റളിയല്ലാഹു അൻഹ മാറാൻ തയ്യാറായില്ല. അപ്പോഴാ ഫറോവത്തിന്റെ കിങ്കരന്മാരോട് വലിയൊരു അടുപ്പുണ്ടാക്കാൻ പറഞ്ഞു. അടുപ്പുണ്ടാക്കി. ആ അടുപ്പിന് മുകളിൽ വലിയൊരു ചട്ടി കൊണ്ടുവന്ന് വെക്കാനും ആ ചട്ടിയിൽ എണ്ണ നിറക്കാനും പറഞ്ഞു. എന്നിട്ട് ആ എണ്ണയുടെ അടിഭാഗത്ത് തീ കൊളുക്കാൻ പറഞ്ഞു. തീ കൊടുത്തോ. എണ്ണ എങ്ങനെ തളിച്ചു മറയാൻ തുടങ്ങി. അപ്പോഴാ മാഷിദ ബീവി റളിയല്ലാഹു അൻഹയും മാഷിദ ബീവിയുടെ മക്കളെയും ഭർത്താവിനെയും പിടിച്ചുകൊണ്ടുവരുന്നത്. ആദ്യമായി മാഷിദ ബീവി റളിയല്ലാഹു അൻഹയെ ഒരു പകൽ മുഴുവൻ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ കടത്തിയല്ലോ. ഈജിപ്തിനെ കുറിച്ച് അറിയാവുന്നവർക്ക്, കണ്ട ആളുകൾക്ക് അറിയാമല്ലോ, 96% മരുഭൂമിയാ ഈജിപ്തിൽ. ഒരു പകൽ മുഴുവനാ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കിടത്തി മാഷിദ ബീവിയെ മാറ്റാൻ ശ്രമിച്ചു, മാറുന്നില്ല. പിന്നെയോ ഇരുമ്പിന്റെ ദണ്ടുകൾ ചുട്ടുപടിപ്പിച്ച് മാഷിദ ബീവിയുടെ ശരീരത്തിൽ എല്ലായിടത്തും ചൂടുവച്ച മാഷിദ മൂസയുടെ മതത്തിൽ നിന്ന് മാറണമെന്നാ പറഞ്ഞത്, മാറുന്നില്ല. മാഷിദ ബീവി റളിയല്ലാഹു അൻഹയും മക്കളെയും പിടിച്ചുകൊണ്ടുവന്നു. തിളച്ചു മറയുന്ന എണ്ണപാത്രം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മാഷിദ നീ മതത്തിൽ നിന്ന് മാറിയില്ലേ? നിന്റെ ഓരോ മക്കളും എണ്ണയിൽ കിടന്ന് വെന്തുരുങ്ങുന്നത് നീ കാണേണ്ടി വരാം. മാഷിദ ബീവി റളിയല്ലാഹു അൻഹാക്ക് മനം മാറ്റമില്ല. മാഷിദ ബീവിയുടെ മുമ്പിൽ വെച്ച് പ്രിയപ്പെട്ട ഭർത്താവിനെ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു ഫറോവ. എണ്ണയിൽ കിടന്ന ഭർത്താവ് ഇങ്ങനെ ആർത്ത് കരയുന്നതാണ് മാഷിദ ബീവി കാണുന്നത്. മാഷിദ കരയുന്നുണ്ടാ, പക്ഷേ മനസ്സിനൊരൽപ്പം പോലും ചാഞ്ചല്യമുണ്ടായിട്ടില്ല. ഭർത്താവിനെ കൊന്നതിന് ശേഷം പറഞ്ഞു, മാഷിദ നീ മാറി എന്ന് പറയൂ മാഷിദ, ഇല്ലെങ്കിൽ ഈ ക്രൂരമായ ശിക്ഷക്കും നീയും വിധേയമാകും മാഷിദ. മാഷിദ ബീവി പറഞ്ഞു, ഇല്ല, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ആള് തന്നെയാണെന്ന് മാഷിദ ബീവി റളിയല്ലാഹു അൻഹ ഉറക്കെ വിളിച്ചു പറഞ്ഞല്ലോ. അപ്പോഴാണ് മാഷിദ ബീവിയുടെ മൂത്ത മകനെ പിടിച്ചത്. മൂത്ത കുട്ടിയെ പിടിച്ചിട്ട് എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ എണ്ണയിൽ കടന്ന് തന്റെ പ്രിയപ്പെട്ട പിഞ്ചോമന വെന്തുരുകുന്നത് കണ്ട മാഷിദ ബീവി റളിയല്ലാഹു അൻഹ
കണ്ണുനീർ പൊടുക്കുകയാ. ആലോചിക്കേണ്ട സഹോദരങ്ങളെ, സ്വന്തം മകന്റെ മരണം ദാരുണമായി കാണേണ്ടി വന്നൊരു മാതാവിന്റെ അവസ്ഥ എന്താകോ? ഒന്നാമത്തെ മകനെ പിടിച്ചോ, മാഷിദ ബീവിയോട് ചോദിച്ചോ, മാഷിദ നീ നിന്റെ മതത്തിൽ നിന്ന് മാറിയോ മാഷിദ? മാഷിദ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല. രണ്ടാമത്തെ കുട്ടിയെ വലിച്ചെടുത്ത് എണ്ണയിലേക്ക് വലിച്ചെറിയുകയാ. രണ്ടാമത്തെ പൊന്നുമോനം എണ്ണയിൽ കിടന്ന് വെന്തുരുകുകയാണ്. മാഷിദയോട് ചോദിച്ചു, മാഷിദ മൂസയുടെ മതത്തിൽ നിന്ന് നീ മാറിയോ മാഷിദ? മാഷിദ ബീവി പറഞ്ഞു, ഇല്ല, ഞാൻ മാറിയില്ല, ഞാൻ അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നുവെന്ന്. മൂന്നാമത്തെ കുട്ടിയെ പിടിക്കുകയാ. മൂന്നാമത്തെ കുട്ടി ചെറിയ കുഞ്ഞാ, ഓടിച്ചാടി കളിക്കുന്ന പ്രായമാ. ഉമ്മ ചിന്തിക്ക് പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ ആ കുട്ടിയെ പിടിക്കാൻ കിങ്കരന്മാർ വന്നപ്പോ ജേഷ്ഠ സഹോദരങ്ങൾ എണ്ണയിൽ കിടന്ന് വെന്തുരുകുന്നത് കണ്ട ഈ പിഞ്ചു പൈതൽ ഓടി വന്ന് മാതാവിന്റെ ഡ്രസ്സ് പിടിച്ചു പറ്റിപ്പിടിച്ചു നിൽക്കുകയാണ് തന്റെ മാതാവിന്റെ ശരീരത്തോട്. കിങ്കരന്മാർ വന്ന കുഞ്ഞുകുട്ടിയെ മാതാവിൽ നിന്ന് വേർപ്പെടുത്തിയെടുത്തു കൊണ്ടുപോയ ആ ദുഷ്ടന്മാർ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞത് അത് കണ്ട മാഷിദ കരയാൻ കണ്ണുനീരില്ല. കണ്ണുനീര് പിന്നെ മാഷിദയുടെ കണ്ണിലില്ല. ഉമ്മ, നിങ്ങൾ ആലോചിക്കണേ, ഈമാൻ മുറുകെ പിടിച്ച വിഷയത്തിൽ എന്തൊക്കെ ദാരുണമായ സാഹചര്യങ്ങളാ മുൻഗാമികൾ സഹിക്കേണ്ടി വന്നത്. മൂന്നാമത്തെ കുഞ്ഞുമതാ എണ്ണയിൽ കിടന്ന് വെന്തുരുകി മരിക്കുകയാ. എനിക്ക് കിങ്കരന്മാർ ചോദിച്ചു, മാഷിദ മാറ്റമുണ്ടോ നിനക്ക്? ഇല്ല, ഞാൻ മാറില്ല. അപ്പോഴാണ് കിങ്കരന്മാർ ഓടി വന്ന് മാഷിദയുടെ തൊക്കത്തുണ്ടായിരുന്ന മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിനെ പിടിച്ചു വലിച്ചത്. മാഷിദ വിട്ടുകൊടുക്കാൻ കൂട്ടാക്കിയില്ല. ചോര പൈതലല്ലേ. പിടിച്ചു വലിച്ചവർ മാഷിദയുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി എണ്ണയിലേക്ക് എറിഞ്ഞു. മുലപ്പാൽ കുടിക്കുന്ന ആ പിഞ്ചു പൈതലും എണ്ണയിൽ കിടന്ന് വെന്തുരുകുകയാണ്. കണ്ടിട്ട് ചോദിച്ചു, കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, മാഷിദ നീ മാറിയോ മാഷിദ? ഇല്ല, ഞാൻ മാറിയിട്ടില്ല. ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ, എന്റെ റബ്ബ് അല്ലാഹുവാ. മാഷിദ അപ്പോഴും ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോഴാ മാഷിദയെ പിടിച്ചിട്ട് എണ്ണയിലേക്ക് എറിഞ്ഞത്. അങ്ങനെ കുടുംബത്തെ കൂട്ടമായി കശാപ്പ് ചെയ്തു. ഫറോവ നേരെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോഴാ കൊട്ടാരത്തിൽ ആസിയ ബീവി റളിയല്ലാഹു അൻഹ കൊട്ടാരത്തിനകത്തിരുന്ന് ഈ രംഗമെല്ലാം കാണുന്നുണ്ട്. വെളിയിൽ നടക്കുന്ന രംഗം. ആസിയ ബീവി കരയുകയാ. ഫറോവ കൊട്ടാരത്തിലേക്ക് കയറി വന്നല്ലോ. കൊട്ടാരത്തിൽ കയറി വന്ന ഫറോവ ആസിയ ബീവിയോട് വല്ലാത്ത ഇഷ്ടമാണ് ഫറോവക്ക്. കാരണം വല്ലാത്ത സൗന്ദര്യമാ ആസിയ ബീവിക്ക്. ആസിയയെ സംതൃപ്തിപ്പെടുത്താനെന്ന രീതിയിലാ ഫറോവ ചോദിക്കുന്നത്. ആസിയ, എങ്ങനെയുണ്ട് നമ്മുടെ മതത്തെ കളവാക്കിയ ആളുകൾക്ക് നേരെ ഞാൻ നടത്തിയ ശിക്ഷാ നടപടികൾ? ഉടനെ ആസിയ കരഞ്ഞുകൊണ്ടാണല്ലോ പറഞ്ഞത് ഫറോവയോട്, നിങ്ങളാ ചെയ്തത് അനീതിയാണ്. ഫറോവ ഞെട്ടിത്തെറിച്ചു പോയി. എന്താ ആസിയ നീ പറയുന്നത്? നിങ്ങളാ ചെയ്തത് അനീതിയാണ്. ആ പെണ്ണും കുട്ടികളും എന്ത് തെറ്റാ ചെയ്തത്? അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നല്ലാതെ ഞാനും അതേപോലെ തന്നെയാണ്. ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ. ഈ ദാരുണമായ ശിക്ഷ ആസിയ ബീവി റളിയല്ലാഹു അൻഹ കൊട്ടാരത്തിന്റെ അകത്തു നിന്ന് കണ്ടപ്പോ ആസിയ ബീവിക്ക് അത് ഭയമല്ല സമ്മാനിച്ചത്, പിന്നെയോ ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഈ ക്രൂരമായ ശിക്ഷാ നടപടികൾ കണ്ടപ്പോ ആസിയ ബീവിക്കറിയാം, ഒരുപക്ഷെ ഞാനും ഇതിനേക്കാളേറെ സഹിക്കേണ്ടി വരുമെന്ന്. ഫറോവ ഞാൻ അവരോട് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ മടിയില്ലാതെ ആസിയ പറഞ്ഞല്ലോ, ധിക്കാരമാ നിങ്ങൾ ചെയ്തത് എന്ന്. ഉടനെ തന്നെ ആസിയ ബീവിയോട് കിങ്കരന്മാർ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ആസിയയോട് മാറാൻ പറയണം. ആസിയ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണാ, പക്ഷേ കൊട്ടാരത്തിൽ എനിക്ക് വിരുദ്ധമായ സാഹചര്യം ഞാൻ അംഗീകരിക്കില്ല. ആസിയ ബീവി മാറാൻ തയ്യാറായില്ല. ആസിയ ബീവിയെ പിടിച്ചുകൊണ്ടുപോയി മാഷിദ ബീവിയെ ശിക്ഷിച്ച പോലെ ഒരു ദിവസം മുഴുവനും അരരാരത്തിൽ കിടത്തുകയാ. വൈകുന്നേരമായി മാറ്റമുണ്ടോ? മാറ്റമില്ല.
ദിവസങ്ങളോളം കടത്തി മാറ്റമില്ല. സുന്ദരിയായ ആസിയ കരക്കട്ട പോലെ കറുത്തുപോയി. എന്റെ സഹോദരി പെങ്ങളെ, കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കൺമഷിയിട്ട് ശരീരത്തിൽ മുഴുവൻ അത്തർ പുരട്ടി, അല്ലെങ്കിൽ സ്പ്രേ അടിച്ച്, പൗഡറിട്ട്, കണ്ണിന്റെ പുരികം, പണ്ണിന്റെ പുരികം അത് ഭംഗിയാക്കി, അത് ചമപ്പിച്ച്, ചുണ്ടുകൾ ചുമപ്പിച്ച് വെളിയിലേക്ക് ഇറങ്ങുന്ന പെങ്ങളെ, നിന്റെ ഈമാനാടനെ നീ കൊണ്ടുപോയി വിൽക്കുന്നത്. നീ പഠിക്കുക ആസിയ ബീവിയിൽ നിന്ന്. അതല്ലേ അല്ലാഹു 14 നൂറ്റാണ്ട് മുമ്പ് പുണ്യനബിയിലൂടെ ആസിയ ബീവിയെ നിനക്ക് മാതൃകയായി പറഞ്ഞു തന്നത്. നിനക്ക് മാത്രമല്ല, ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങൾക്കും അവസാനത്തെ മുഅ്മിനിനും ഈമാനിന്റെ വിഷയത്തിൽ മാതൃകയായി പറഞ്ഞു തന്നത് ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണല്ലോ. വളറബല്ലാഹു മതലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫറോവ ക്രൂരമായി ആക്രമിക്കുകയാ. ആസിയ ബീവിക്ക് മാറ്റമില്ല. ഇരുമ്പിന്റെ ദണ്ഡുകൾ പഴിപ്പിച്ച് ആസിയ ബീവിയുടെ ശരീരത്തിൽ ചൂട് പിടിപ്പിച്ചല്ലോ. മാറിയോ ആസിയ? ഇല്ല ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ. അവസാനം ആസിയ ബീവിയെ മാറ്റാൻ കഴിയില്ലെന്ന് ബോധ്യമായപ്പോഴാണല്ലോ ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ ദണ്ട് ചുട്ടുപടിപ്പിച്ച് ആസിയ ബീവിയുടെ ഗുഹ്യ ഭാഗത്തുകൂടെ കുത്തിക്കയറ്റിയത്. അപ്പോഴാണല്ലോ ആസിയ എന്ന പെണ്ണ് റബ്ബിനോട് ദുആ ചെയ്തത്. ആ ദുആ അല്ലാഹുവിന്റെ അർശിൽ ചെന്നലച്ചുപോയ എന്റെ സഹോദരി. അതുകൊണ്ടാണ് അല്ലാഹു ആ പ്രാർത്ഥന എടുത്തുദ്ധരിച്ചത്. എന്താ ദുആ ചെയ്തത്? വദറബല്ലാഹു മതലൻ ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, എനിക്ക് നീ സ്വർഗത്തിലൊരു കൊട്ടാരം പണിയണേ അല്ലാ. എപ്പോഴാ ആസിയ ബീവി ദുആ ചെയ്തതെന്നറിയാമോ? ലോകത്തെ ഏറ്റവും സൗകര്യമുള്ള കൊട്ടാരമാണ് ഫറോവയുടെ കൊട്ടാരം. ലോകത്തന്നെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും സൗകര്യമുള്ള ഫറോവയുടെ കൊട്ടാരം. തനിക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്താൻ ദാസികൾ ഉണ്ട്. ലോകത്തെ ഏറ്റവും മേത്തരമായ വസ്ത്രമാ പെങ്ങളെ, പെങ്ങളെ, ലോകത്തെ ഏറ്റവും മേത്തരം വസ്ത്രമാണ് ആസിയ ബീവി ധരിച്ചത്. ലോകത്തെ ഏറ്റവും മേത്തരമായ സുഗന്ധദ്രവ്യമാ ആസിയ ബീവി ഉപയോഗിച്ചത്. ലോകത്തെ ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണമാ ആസിയ ബീവി കഴിച്ചത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ഫറോവയുടെ കൊട്ടാരം വലിച്ചെറിയുകയാണ് അല്ലാഹുവിന് വേണ്ടി. ഇനി എനിക്ക് ആ മേത്തരം വസ്ത്രം വേണ്ട, എനിക്ക് ആ സൗകര്യങ്ങളൊന്നും വേണ്ട. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ആ സൗകര്യങ്ങൾ മുഴുവൻ ഞാൻ വലിച്ചെറിയുകയാണ്. അതുകൊണ്ട് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, ഈ ഭൂമിയിലെ കൊട്ടാരം എനിക്ക് വേണ്ട, നിന്റെ സ്വർഗ്ഗത്തിലെ കൊട്ടാരം മതിയെന്ന് ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ഫറോവയുടെ മുമ്പിൽ വെച്ച് ചെയ്ത ദുആ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നത്. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ഫറോവയിൽ നിന്നും അവന്റെ കിങ്കരന്മാരുടെ ക്രൂരമായ അക്രമത്തിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് ആസിയ ബീവി ദുആ ചെയ്യുകയാണ്. പെങ്ങളെ, ആസിയ ബീവി ഭയപ്പെട്ടത് ഖബറാ, മഹ്ശറയാ. പെങ്ങളെ, എന്തേ നമ്മുടെ മനസ്സിലേക്ക് അത് വരാത്തത്? എന്തേ നമ്മുടെ മനസ്സിലേക്ക് അത് വരാത്തത്? ഇന്ന് ഒട്ടുമുക്കാൽ പെണ്ണുങ്ങളും വേഷം ധരിക്കാറുള്ളത്, തട്ടമിടാറുള്ളത് അത് അള്ളാഹു പറഞ്ഞ പോലെയല്ല, ഏതോ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ആളുകൾ പഠിപ്പിച്ച രീതിയിലാണ്. അള്ളാഹു തട്ടമിടാൻ പറഞ്ഞത് മാറത്തേക്ക് താഴ്ത്തിയിട്ട് തട്ടമിടണേ എന്നാ അള്ളാഹു പറഞ്ഞത്. അതുതന്നെ വലിയ തട്ടം, ചെറിയ തട്ടമല്ല. വലിയ പെണ്ണ് ചെറിയ തട്ടം ധരിക്കുന്ന കാലമാണിത്. വലിയ പെണ്ണ്, ഞാൻ ദുആ ചെയ്യാൻ പോകുന്നു അല്പസമയം കഴിഞ്ഞാൽ. അള്ളാഹു പറഞ്ഞ പോലെയല്ലാതെ തട്ടമിട്ട ഏതെങ്കിലും പെണ്ണുങ്ങൾ ഈ സദസ്സിലുണ്ടോ? അവർ എഴുന്നേറ്റ് പോകണേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ദുആക്ക് ഉത്തരം കിട്ടൂല. എത്ര കരഞ്ഞു ദുആ ചെയ്തിട്ടും കാര്യമില്ല.
ഇന്ന് അധിക പെണ്ണുങ്ങളും തട്ടമിടാറുള്ളത് അവരുടെ തട്ടത്തിനൊക്കെ ഒരു ലെയറാണ്, കുറേ ലെയറാണ്. വലിയ തട്ടെടുത്തിട്ട് കുറേ ലെയറാക്കും അവർ. എന്നിട്ട് ഈ തട്ടത്തിൻ്റെ രണ്ട് സൈഡും എടുത്ത് രണ്ടു ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് ചുറ്റിക്കെട്ടും അവർ. എന്നിട്ടൊരു 10 മിനിറ്റിൽ ഒരു 25 വട്ടെങ്കിലും തട്ടങ്ങനെ ശരിയാക്കുന്നതാണ്. എന്താണ്? തീരെ കോലില്ലാത്ത ആളെ കോലപ്പെടുത്തുകയാണവർ, ഷെയ്പ്പാക്കണത്. പെങ്ങളെ, അല്ലാഹു തട്ടം ധരിക്കാൻ പറഞ്ഞത് വല്ലദുരിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, നിങ്ങളുടെ തട്ടത്തിന്റെ തലപ്പ് മാറത്തേക്ക് താഴ്ത്തിയിടണേ എന്ന് അല്ലാഹു. അതാണ് അല്ലാഹു പറഞ്ഞത്. നീ അല്ലാഹുവിനെയല്ല അംഗീകരിച്ചത്, ഏതോ ഫാഷൻ ഡിസൈനർ ഉണ്ടാക്കിയ രീതിയാണത്. പെങ്ങളെ മാറ്റത്. കടക്കണ്ടേ ഖബറിൽ എൻ്റെ പെങ്ങളെ, പോകണ്ടേ സ്വർഗത്തിൽ എൻ്റെ പെങ്ങളെ. സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണിന്റെ സ്വഭാവം നാലാണെന്നല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലത്ത ഖംസഹാ, 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിലനിർത്തുകയും വസാമത്ത് ഷഹറഹാ, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പനുഷ്ഠിക്കുകയും വഅതഅത സൗജഹാ, തന്റെ ഭർത്താവിനെ അക്ഷംപതി അനുസരിക്കുകയും വഹഫിലത്ത് ഫർജഹാ, അല്ലാഹു പറഞ്ഞ പോലെ വേഷം ധരിക്കുകയും ചെയ്ത പെണ്ണാ സ്വർഗത്തിന്റെ പെണ്ണെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഞമ്മക്കൊരു തട്ട അല്ലാഹു പറഞ്ഞ പോലെ ഇടാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് മുസ്ലിം എന്നാ പറഞ്ഞത്? ഒരു തട്ടം പോലും അല്ലാഹു പറഞ്ഞ പോലെ ഇടാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ പഞ്ചായത്ത് സർട്ടിഫിക്കറ്റിൽ റിലീജിയൻ എന്നിടത്ത് മുസ്ലിം മാപ്പിളാന്ന് എഴുതാനല്ലാതെ അള്ളാന്റെ അടുത്ത് കിന്നിങ്ങളെയും പറ്റൂല എന്നാണ് അതിനർത്ഥം. അല്ലാഹു കാക്കട്ടെ, പറയുള്ളാഹു കാക്കട്ടെ. ഈ പറഞ്ഞതിന് വിരുദ്ധമായി തട്ടം ധരിക്കുന്ന ഏതെങ്കിലും പെങ്ങൾ ഈ സദസ്സിലുണ്ടോ? അവർ എഴുന്നേറ്റ് പോകണം. ഞാൻ ദുആക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അല്ലാഹുവിന്റെ ലഅനത്ത് നിങ്ങളുടെ തലക്ക് മീതെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള തലയാ നിങ്ങളുടെ തല. ആ തലയുള്ള നിങ്ങൾ ഈ സദസ്സിലിരുന്നാൽ ഈ സദസ്സിൽ ഉത്തരം കിട്ടൂല. ഒരുപാട് പാവങ്ങൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് മുതൽ തീരുമാനിക്കണം, അല്ലാഹു പറഞ്ഞ പോലെയാകും എന്റെ വേഷമെന്ന്, അല്ലാഹു പറഞ്ഞ പോലെയാകും എന്റെ പർദ്ദയെന്ന്. എല്ലാ പർദ്ദക്കാരും സ്വർഗത്തിലാന്ന് ആരെങ്കിലും വിചാരിക്കണ്ട. അങ്ങനെ വിചാരിച്ചവർക്ക് ലോകത്തെ ഏറ്റവും വലിയ അബദ്ധം പിടഞ്ഞവരാണവർ. ശരീരത്തെ ടൈറ്റാക്കുന്ന പർദ്ദകളൊന്നും അല്ലാഹു പറഞ്ഞ കൂട്ടത്തിലല്ല. ഞാൻ പറയുന്നത് എല്ലാ സൗകര്യങ്ങളും ആസിയ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുക്ക് വേണ്ടി വലിച്ചെറിഞ്ഞത് കൊണ്ടാണ് ആസിയ എന്ന സാധാരണക്കാരിയായ പെണ്ണിനെ അല്ലാഹു എടുത്തു പറഞ്ഞത്. ആസിയ ബീവി ഒരു പ്രവാചകയല്ലല്ലോ, ഒരു പ്രവാചകന്റെ ഭാര്യയല്ല, ഒരു സാധാരണ പെണ്ണ. സാധാരണ ഒരു പെണ്ണിനെയാണ് അല്ലാഹു എടുത്തു പറഞ്ഞത്. എന്താ കാരണം? ആ പെണ്ണ് അല്ലാഹുവിന് വേണ്ടി വേറെ എല്ലാം മാറ്റിവെക്കാൻ തയ്യാറായതാണ്. ഏതായാലും അതേയാലും ഫറോവ ക്രൂരമായി ആസിയ ബീവി റളിയല്ലാഹു അൻഹയും കൊല്ലുകയാണ്. ഈ രീതിയിൽ മുസ്ലിങ്ങളെയും മുഅ്മിനീങ്ങളെയും ക്രൂരമായി പീഡിപ്പിച്ച ആളായിരുന്നു ഫറോവ. അവസാനിച്ചില്ല, കേൾക്കണം നിങ്ങൾ. അമറ ഫിർഔന ബിഖത്ലി കുല്ലി ദക്കരി യൂലദ് ബഅദ ദാലിക മിൻ ബനി ഇസ്രായീൽ, ബനി ഇസ്രായേലിൽ ജനിച്ചു വീഴുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളയാൻ അവൻ ഓർഡറിട്ടത്. വയുത്രകുൽ ബനാത്, പെൺകുട്ടികൾ ജീവിച്ചോട്ടെ. പിന്നെയോ അമറ ബി ഇസ്തിഅമാലി ബനി ഇസ്രായീല ഫീ മശാഖിൽ അമാലി വഅറാദിലിഹാ, ബനു ഇസ്രായേൽ അതായത് പ്രവാചകന്മാരുടെ കുടുംബക്കാരായ ആളുകൾ, അവരെ ആ രാജ്യത്തെ ഏറ്റവും മോശമായ ജോലികളിൽ നിയമിക്കാൻ. ഇതില്ലേ? നല്ല ചിന്തിക്കട്ടെ. ഇന്നുല്ലേ നല്ല ഉദ്യോഗത്തിൽ നിന്ന് മുസ്ലിങ്ങളെ തടഞ്ഞു നിർത്തുന്ന സാഹചര്യങ്ങളുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പഠിക്കണം, പരിശോധിക്കണോ. ഇത് ഇന്നത്തെ സ്വഭാവമല്ല, പണ്ടും അങ്ങനെ തന്നെ. ബനു ഇസ്രായേൽ പ്രവാചകന്മാരുടെ കുടുംബത്തെ ഏറ്റവും മോശമായ ജോലികളിലായിരുന്നു നിയമിച്ചിരുന്നത്. മാത്രമല്ല അവരെ അടിമകളാക്കി നിർത്തി എന്നാണ്. അടിമകളാക്കി നിർത്തിയിട്ടോ. കേരളത്തിലല്ലേ മുസ്ലിങ്ങൾക്ക് ഒരല്പം മെച്ചമുള്ള അവസ്ഥകളിൽ നിങ്ങൾ പഠിച്ചു നോക്കിയിട്ടുണ്ടോ? കേരളത്തിന് പുറത്തേക്കൊന്ന് യാത്ര ചെയ്യണം, കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യണം. ഏറ്റവും മോശമായി ജോലി ചെയ്യുന്നത് ആരാ? മുസ്ലിം ഉമ്മത്ത്.
അവരോടാ ചെയ്യിപ്പിക്കണം. ഞാൻ വർഗീയതയോ ധ്രുവീകരണമോ അല്ല പറയുന്നത്. ഈ സ്വഭാവമൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നത് പറയാനാണ്. പോയാൽ മനസ്സിലാകും അത് കേരളത്തിന് പുറത്തേക്ക് കേരളത്തിൽ ഈ ഇസ്സത്ത് എങ്ങനെ ഉണ്ടായി? അൽഹംദുലില്ലാഹ് നമ്മളെ ആലിമീങ്ങളും നമ്മളെ നേതാക്കളുമാണ്. നമ്മുടെ നേതാക്കൾ ചിലരൊക്കെ അത് പോയിട്ട് പൊളിക്കാനാ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു ഉമ്മത്തിനെ കാക്കട്ടെ. അള്ളാഹുവേ നീ ഉമ്മത്തിനെ കാക്കണേ അല്ലാ. ഒന്നിക്കേണ്ട സമയം അത്. മുസ്ലിം മത്സരിക്കുന്നോടത്ത് പോയിട്ടാണ് മറ്റോൻ മത്സരിക്കുക. ഓനും മുസ്ലിം തന്നെ കാരണം ഓൻ എന്താ പറയുന്നത്? സ്ട്രോങ് പോരാ. അവിടെ അവൻ തന്നെയാണ് മത്സരിക്കുന്നത്. എന്നിട്ട് രണ്ട് മുസ്ലിമും പരാജയപ്പെട്ടു പോവുകയാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടമാണിത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇവൻ ചെയ്ത ധിക്കാരം എന്താ? ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഫിർഔൻ അഹങ്കരിച്ചു. വജഅല അഹ്ലഹാ ശിയഅ, തന്റെ രാജ്യത്തുള്ള ജനങ്ങളെ വിവിധ തട്ടുകളിലാക്കി മാറ്റി. നോക്കുങ്ങൾ, തന്റെ രാജ്യത്തുള്ള ജനങ്ങളെ വിവിധ തട്ടുകളാക്കി മാറ്റി. യസ്തലഅഫു തായിഫതം മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹയീ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഒരു വിഭാഗത്തെ അവൻ ക്രൂരമായി നിന്ദിച്ചു കളഞ്ഞു. നീ ശ്രദ്ധിച്ചോളട്ടോ, ഞാൻ വേമേ ഓതിപ്പോ വിഷയം പറയണ്ട്. ഇങ്ങനൊക്കെ ഫറോവ ചെയ്തപ്പോ അള്ളാഹു എന്തു ചെയ്തു? ഫറോവക്ക് ചെയ്യുന്ന തെറ്റിന്റെ അനന്തര ഫലമാണ് ഈ അനുഭവിക്കുന്നത് എന്ന് ബോധ്യപ്പെടാൻ അള്ളാഹു ചില പരീക്ഷണങ്ങൾ കൊടുത്തു. എന്തായിരുന്നു ആ പരീക്ഷണം? വലഖദ് അഖദനാ ആല ഫിർഔന ബിസ്സിനീൻ വനഖ്സിൻ മിനത് തമറാത്ത് ലഅല്ലഹും യദ്ദക്കറൂൻ. വലഖദ് അഖദനാ ആല ഫിർഔന ബിസ്സിനീൻ. ഫറോവയുടെ ആളുകൾക്ക് അല്ലാഹു കൊടുത്ത ആദ്യത്തെ പരീക്ഷണം ക്ഷാമമായിരുന്നു, സാമ്പത്തിക പ്രതിസന്ധി. കേൾക്കണം, സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നവർക്ക് ആദ്യം വന്ന പരീക്ഷണം. ഞാൻ ഖുർആനാണ് ഈ സംസാരിക്കണത്. ഇപ്പൊ കണ്ടങ്ങൾ അന്ധകാലത്തെ വിവരം പറയല്ല, നമ്മളോട് സംസാരിക്കണം ഖുർആൻ. വലഖദ് അഖദനാ ആല ഫിർഔന ബിസ്സിനീൻ. ഒരു വലിയ മുതലാളിയാണ് 6 മാസം മുമ്പ് എന്നോട് പറഞ്ഞത്. ബാംഗ്ലൂർക്കാരനാണ്. അയാൾ പറയാണ്, ഉസ്താദേ ഈ കോലത്ത് പോയാൽ പിടിച്ചു നിൽക്കാൻ പറ്റൂലട്ടോ. ഈ കോലത്തിൽ പോയാൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല, പൊളിഞ്ഞു തകർന്നു പോകേൻ. വലഖദ് അഖദനാ ആല ഫിർഔന ബിസ്സിനീൻ. അല്ലേ, RBIയുടെ ഏതോ ആള് ഉന്നത ഉദ്യോഗസ്ഥൻ രാജിവെച്ചല്ലോ. എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ കരുതൽ സംഖ്യയാണ് ഇപ്പൊ ചോദിക്കണം. എന്താ? രാജ്യത്ത് പണമില്ല, സാമ്പത്തിക പ്രതിസന്ധിയാണ്, കരുതൽ സംഖ്യ തരണം. അത് കൊടുത്താൽ രാജ്യം തകർന്നു പോവും. എൻ്റെ കാലത്ത് രാജ്യം തകർന്നു എന്ന് പറയണ്ട, നമ്മൾ രാജിവെക്കാണ്. രാജിവെച്ചു പോയി. വലഖദ് അഖദനാ ആല ഫിർഔന ബിസ്സിനീൻ. രാജ്യം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നതിന്റെ കാരണം കൊന്നൊടുക്കിയ പിഞ്ചുമക്കളുടെ കരളിൽ നിന്ന് ഉയർന്നിരിക്കുന്ന അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർന്നിരിക്കുന്ന വേദനകളാണെന്ന് മനസ്സിലാക്കാൻ ഭരിക്കുന്നവർ മുതിരുന്നത് നല്ലതാണ്. വലഖദ് അഖദനാ ബിസ്സിനീൻ വനഖ്സിൻ മിനത് തമറാത്ത്. ല്ലേ, എന്താ ചില ആളുകൾ പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു പക്ഷേ മറുപക്ഷമാണ് വരുന്നത് എങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ ദയനീയമാണെന്ന് എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നാണ്. എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ടി വരും. അല്ലേ, നോട്ട് നിരോധിച്ചത് എന്തിനായിരുന്നു? തീവ്രവാദത്തെ അടക്കം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് പേരില്ല. അതവർക്ക് തന്നെ തിരിഞ്ഞുകുത്തുന്ന സാഹചര്യം ഉണ്ടായത് ഗുജറാത്തിന്റെ മണ്ണിൽ കൊല്ലപ്പെട്ട പാവപ്പെട്ട സഹോദരിമാരുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന ആർത്തനാദങ്ങളാണ്. അല്ല പറഞ്ഞുതരാൻ, ഫറോവ ഈ രീതിയിലുള്ള ക്രൂരത ചെയ്തപ്പോൾ ഞാൻ അവന് കൊടുത്ത ശിക്ഷ, ഒന്നാമത്തെ ശിക്ഷ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. രണ്ടാമത്തേതോ പഴങ്ങൾ, അതേപോലെ ധാന്യങ്ങൾ കുറഞ്ഞു പോവുക, രാജ്യത്തെ വിളവുകൾ കുറഞ്ഞു പോവുക. فإذا جاءتهم الحسنة قالوا لنا هذه
وإن تصبهم سيئة يطيروا بموسى ومن معه ألا إنما طائرهم عند الله ولكن أكثرهم لا يعلمون. ഇങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോൾ അവരെന്താ പറയാറിയോ? ഫിർഔൻ എന്താ പറയാ? ഇങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോൾ അവൻ പറയും, നമ്മളെ നാട്ടിൽ ഈ മൂസ ഉള്ളത് കൊണ്ടാ ഈ രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. പറഞ്ഞില്ലേ, ചില മനുഷ്യന്മാർ പശുവിന് അർത്ഥമുണ്ടാ വെള്ളപ്പൊക്കം ഉണ്ടായി. നിങ്ങൾ കേട്ടിട്ടില്ല ഇതൊന്നും? നിങ്ങൾ കേട്ടിട്ടില്ല ഇതൊന്നും? കേട്ടിരുന്നോ? പാറക്കട വരെ കേൾക്കലില്ലേ? പശുവിന് അർത്ഥത് കൊണ്ടാ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായതെന്ന് പറഞ്ഞില്ലേ? ലോകത്തെ 21-ാം നൂറ്റാണ്ടിലല്ല, ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ വിഡ്ഢിത്തം പശുവിനെ അറുത്തത് കൊണ്ട്. ഇതിന്നല്ല അന്നും അങ്ങനെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞാൽ എന്താ പറയുക? ഇഞ്ചിണ്ടതാ മൂസേ, ഇഞ്ചി ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ടാ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകണെന്നാ പറഞ്ഞ. ആ പരീക്ഷണം അല്ലാഹു അന്നങ്ങ് മാറ്റിക്കൊടുത്താൽ അപ്പോൾ ഫറോവയും ആളുകൾ പറയും, കണ്ടോ ഇപ്പൊ നല്ല സാഹചര്യം വന്നില്ലേ, ഇത് ഞങ്ങളുള്ളത് കൊണ്ടാണ്, മറ്റത് നീയാണ് അതിൻ്റെ കാരണം. അല്ലാഹു പറയുകയാണ്, വമാ അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ് വലാകിന്ന അക്തറുഹും ലാ യഅലമൂൻ. ഇത് മൂസ അലൈഹിസ്സലാമിന്റെ അവലക്ഷണമൊന്നുമല്ല. വഖാലൂ മഹ്മാ തഅതിനാ ബിഹി മിൻ ആയതിൻ ലിതസ്ഹറനാ ബിഹാ ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ. മൂസ, നീ ഞങ്ങൾ വിശ്വാസികളാവാൻ എന്ത് തെറ്റാന്തങ്ങൾ കാണിച്ചാലും നിന്നോട് ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഫഅർസൽനാ അലൈഹിമുത് തൂഫാൻ. ശ്രദ്ധിക്കണേ, സമയല്ലേ പറയാൻ. ഫഅർസൽനാ അലൈഹിമുത് തൂഫാൻ. ആദ്യം ക്ഷാമം കൊടുത്തു, പിന്നെ ധാന്യങ്ങൾ അല്ലാഹു കുറച്ചു കളഞ്ഞു. ഇതൊക്കെ ഞമ്മക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണ്ട, നിങ്ങൾ ശ്രദ്ധിക്കുന്നതൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ. ഒരു കാലത്ത് തെങ്ങിൻ്റെ മേലൊക്കെ നോക്കിയാൽ തേങ്ങ അങ്ങനെ മനുഷ്യനോട്, അതിന് നമ്മളിട്ടൊരു പേരുണ്ട്, എന്താ? മണ്ടരി. നമ്മളിട്ട പേരായിരുന്ന മണ്ടരി. തേങ്ങ കുറഞ്ഞു പോവുക, അടക്ക കുറഞ്ഞു പോവുക, അതേപോലെ വിളവുകൾ കുറഞ്ഞു പോവുക. ഇത് അല്ലാഹു അവർക്ക് കൊടുത്ത ശിക്ഷയായിരുന്നു. കേൾക്കണം, ഇനി അല്ലാഹു പറയാം, ഫഅർസൽനാ അലൈഹിമുത് തൂഫാൻ. ഓരോ പരീക്ഷണം വരുമ്പോൾ ഇവർ മൂസാ നബി അലൈഹി സ്വലാമിനോട് വന്നിട്ട് പറയും, മൂസേ ഒന്ന് ദ്വാരക്ക്, എൻ്റെ റബ്ബിനോടൊന്ന് ഇത് ശരിയാക്കി തരാൻ, ശരിയായാൽ ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറയും. എന്നാൽ ശരിയായി വിശ്വസിക്കൂല. അപ്പോൾ അല്ലാഹു എന്ത് ചെയ്തു? ഫഅർസൽനാ അലൈഹിമുത് തൂഫാൻ. അല്ലാഹു അവരിലേക്ക് വെള്ളപ്പൊക്കത്തെ അയച്ചു. അല്ലാഹുവിലേക്ക് വെള്ളപ്പൊക്കത്തെ അയച്ചു. വെള്ളപ്പൊക്കം അല്ലാഹുവിന്റെ അദാബാ, പരീക്ഷണമാണ്. നല്ലോ ശ്രദ്ധിച്ചോളട്ടോ, എന്താൻ വരാൻ പോകുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണ്. വെള്ളപ്പൊക്കം വന്നു. അപ്പൊ കൃഷിയൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കാൻ. അപ്പോൾ വന്നിട്ട് പറഞ്ഞു, മൂസേ ഒന്ന് ദ്വാരക്ക് മൂസേ, ഞങ്ങളെ കൃഷിയൊക്കെ മൂസേ ഒന്ന് ദ്വാരക്ക് മൂസേ, ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം. അപ്പൊ മൂസാ നബി ദ്വാരുന്നു. അപ്പൊ അത് പോയി. വെള്ളപ്പൊക്കം പോയപ്പോൾ പിന്നെയും വിശ്വസിച്ചില്ല. അപ്പൊ അല്ലാഹു എന്ത് ചെയ്തു? വൽ ജറാദ. ജറാദ് എന്ന് പറഞ്ഞാൽ വെട്ടുകിളിയാണ്. വെട്ടുകിളിയെ പരീക്ഷണമായി നിയോഗിച്ചു. എന്തിനാ? ഈ വിളഞ്ഞു നിൽക്കുന്ന കൃഷികളിലൊക്കെ വെള്ളം വന്നപ്പോൾ അത് ദ്വാരന്നിട്ട് പോയി, പക്ഷെ അവർ വിശ്വസിച്ചില്ല. അപ്പൊ വിളഞ്ഞു നിൽക്കുന്ന ധാന്യങ്ങൾ അങ്ങനെ തന്നെ വന്നിട്ട് തിന്ന് നശിപ്പിക്കാൻ അല്ലാഹു ജറാദ് എന്ന വെട്ടുകിളികളെ പറഞ്ഞയച്ചു. ജറാദ് എന്ന വെട്ടുകിളികൾ വന്നത് നശിപ്പിക്കാൻ തുടങ്ങിയപ്പോ അവർ വന്നിട്ട് പറഞ്ഞു, മൂസേ ഒന്ന് ദ്വാരക്ക് മൂസേ, ഒന്ന് ദ്വാരക്ക് മൂസേ, ഇതൊന്ന് അകന്ന് കിട്ടാൻ ഞങ്ങൾ നിന്നോട് വിശ്വസിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഇല്ല മൂസേ. മൂസാ അലൈഹിസ്സലാം ദുആ ചെയ്തു. അപ്പോൾ അത് നീങ്ങിപ്പോയി. അപ്പോൾ അവർ വിശ്വസിച്ചില്ല. അപ്പവൽ ഖുമ്മല. ഉണ്ടങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണേ, വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഏറെ നേരം പറയില്ല. നാളെ മറ്റന്നാൾ ഉണ്ടെങ്കിലും വിഷയം കുറെ പറയാനുണ്ട്. അല്ലാഹു വെള്ളപ്പൊക്കമാണ് ആദ്യം അയച്ചത്. വൽ ജറാദ, പിന്നെ ജറാദിനെ അയച്ചു. വൽ ഖുമ്മല, പിന്നെ ഖുമ്മലിനെയാണ് അല്ലാഹു അയച്ചത്. ഖുമ്മൽ എന്ന് പറഞ്ഞാൽ എന്താ? ഖുമ്മൽ എന്ന് പേന് പറയും, കൊതുകിന് പറയും, ചെള്ളിന് പറയും, ഇതിനൊക്കെ ഖുമ്മൽ എന്ന് പറയും. അപ്പൊ അല്ലാഹു ചെള്ളുകളെ, അതേപോലെ ചെള്ളുകളെ അല്ലാഹു നിയോഗിച്ചു. ചെള്ള് അല്ലെങ്കിൽ ചെതൽ, എന്ത്? ഈ
ഇവർ ഈ കൃഷിയൊക്കെ കൂടി ധാന്യങ്ങളൊക്കെ കൊയ്തിട്ട് കൊണ്ടുപോയിട്ടിരുന്നു. അതൊക്കെ തിന്നിട്ട് ചെതലാക്കാൻ വേണ്ടി അള്ളാഹു ചെതലുകളെ അയച്ചു. എല്ലാം നശിപ്പിക്കാൻ ചെള്ളിനെ അള്ളാഹു അയച്ചു. ഖുർആനാണ്, ഞാൻ അന്ധവിശ്വാസം പറയല്ല, ഖുർആൻ പറഞ്ഞതാ പറഞ്ഞു തരുന്നത്. പിന്നെ കുമ്മൽ എന്ന കൊതുക് നടത്തണ്ട്. അതേപോലെ കൊതുകുകൾ മാരകമായ രോഗങ്ങൾ അവർക്ക് സമ്മാനിച്ചോ. കൊതുകുകളും പേനുകളും അവരുടെ ശരീരത്തെ ആക്രമിച്ചോ. അതേ കൊതുകെന്നല്ലേ എന്നെത്തിയും പ്രശ്നം അല്ലേ? നിങ്ങൾ മിണ്ടില്ല. കൊതുകെന്നല്ലേ എന്നെത്തിയും പ്രശ്നം. ദാ അപകടകരമായ സാഹചര്യത്തിലേക്ക് നമ്മൾ പോണത്. ഫറോവയുടെ ആളുകൾക്ക് വന്ന പോലെയുള്ള അപകടകരമായ സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നു എന്ന് ഭയപ്പെടണമല്ല. എന്റെ അദാബിനെ ഉയർത്തിത്തരണേ അല്ല. മലമ്പനി പരത്തുന്നതാരാ? കൊതുകുകളല്ലേ. മലമ്പനി, പക്ഷിപ്പനി, കുരങ്ങുപനി, പിന്നെ ഏത് പനിയാ? ആന്ത്രാക്സ്, എലിപ്പനി അല്ലേ? എലിപ്പനി, പിന്നെ ഡെങ്കിപ്പനി, തക്കാളിപ്പനി. ഇവിടുന്ന് എന്നോട് ആള് പറഞ്ഞു, ഇവിടുന്ന് വേറെ ഇടുന്നോ ഒരാളിന്ന് ചിക്കൻ ഗുനിയ, ഇവിടുന്നോ ഇന്നല്ലേ പള്ളിയിൽ നിന്നോ ആണ്. ഇന്ന് ഒരാളിനോട് പറഞ്ഞു, സാർ എൻ്റെ മോന് തക്കാളിപ്പനി ആട്ടോ, ഒന്ന് ദ്വാരക്കണം കേട്ടോ. തക്കാളിപ്പനിയാണ്, ദ്വാര ചെയ്യണേ. നിപ്പ വൈറസ് വന്നു. നിപ്പ വൈറസ് വന്നിട്ട് മെഡിക്കൽ സയൻസിന് തന്നെ അറിയില്ല ആ എങ്ങനെ പോയെന്ന്. വന്നത് എവിടുന്നാന്ന് പോൽക്കറിയില്ല, പോയത് എങ്ങോട്ടാന്നും അറിയില്ല. ആദ്യം പറഞ്ഞു വവ്വാലാണ്, ഇപ്പൊ പറഞ്ഞു കോഴിയാണ്. ഇപ്പോഴേക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. എങ്ങനെ പിടുത്തം കിട്ടാൻ? ഇതേ സ്വഭാവം ബനു ഇസ്രായേലിലേക്ക് വന്നിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞു തരാൻ. എന്തിന്? നമ്മൾ ധിക്കാരികളാകാതിരിക്കാൻ. അല്ലേ? ഭാര്യ വീട്ടിൽ പോയിട്ട് ജനലിലെ ചില്ല അടിച്ചു പൊട്ടിക്കണോന് ചിക്കൻ കുനിയല്ലാതെ പിന്നെ എന്ത് വരാനാ? ഓന് ചിക്കൻ കുനിയ വന്നിട്ട് കടത്തല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അള്ളാഹു ഈ രീതിയിലുള്ള ക്രൂരമായ അക്രമങ്ങൾ കാണിക്കുന്ന ഒരു തലമുറയെ അല്ലേ? എന്തൊരു അക്രമം കാണിച്ചാൽ ചെയ്യല്ല മക്കളെ എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞ ഇവിടെ അല്ലട്ടോ, നമ്മുടെ നാട്ടിലല്ല. അൽഹംദുലില്ലാ, നമ്മുടെ മഹല്ലത്തിന്റെ ഇസ്സത്ത് അല്ലാഹു നിലനിർത്തി തരട്ടെ. പല നാട്ടിലും പോകുമ്പോൾ ആ നാട്ടുകാർ പറയണു, ഉസ്താദേ മക്കള് പറഞ്ഞിട്ട് കേൾക്കണ്ടേ, എന്റെ ചെറുപ്പക്കാരാ, നിന്റെ തലമണ്ടക്കല്ല അള്ളാഹു അടിച്ചതെങ്കിൽ പിന്നെ ആരെ അടിക്കാനാ? എന്റെ പെങ്ങളെ അല്ലേ? പെൺകുട്ടികൾ നിന്നിട്ട് ഡാൻസ് ചെയ്യാ. എവിടെ പെൺകുട്ടികൾ? എവിടെ? കല്യാണത്തിന്റെ അന്ന് വീട്ടിൽ നിന്ന് ആണും പെണ്ണും ഒന്നിച്ചു കൂടിയിട്ട് ഡാൻസാണ്. പറഞ്ഞാ പറയാ, അന്ധകാലത്ത് ജീവിക്കേണ്ട മൊല്ലയാണ് അയാൾ. കേൾക്ക്, ഖുർആനാണിത്. അല്ലാഹുവിന്റെ അദാബാൻ. വൽ ഖുമ്മല വല്ലഫാദിഅ. പിന്നെ അല്ലാഹു തവളകളെയാണ് പറഞ്ഞയച്ചത്. മൂസാ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ ആ ശിക്ഷ ഉയർന്നു പോയി. പിന്നെ അപ്പോഴും അവർ വിശ്വസിച്ചില്ല. അപ്പോഴാ വല്ലഫാദിഅ, അല്ലാഹു തവളകളെ നിയോഗിച്ചത് അല്ലേ? ഇന്നിപ്പോൾ ചില കളികളുണ്ട്, മഗ്‌രിബിന് ശേഷം കളിക്കുക. ഇവിടെ ഈ ഭാഗത്തുണ്ട് ഇല്ലല്ലോ? ഉണ്ടോ? മണ്ടില്ലല്ലോ നിങ്ങൾ? മഗ്‌രിബിന് ഈ ഭാഗത്താണ്, പാലക്കടവിലും. യാ അല്ലാഹ്, വേഗം നിർത്തൽ ചെയ്യണേ, അതൊന്ന് ഓർമ്മപ്പെടുത്താണ്. വേഗം നിർത്തൽ ചെയ്യണേ എന്ന് എൻ്റെ കൊച്ചനുജന്മാരാണെങ്കിലും ജ്യേഷ്ഠന്മാരാണെങ്കിലും. എന്താ കാരണം? ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു സഹോദരങ്ങൾക്ക് ഒരാൾ ഒരു കുയ്യിലേക്ക് ചാടാൻ പോവുകയാണെങ്കിൽ അയാളോട് അതില പോലട്ടോ, കുയ്യിലേക്ക് ചാടിപ്പോവെന്ന് പറയലല്ലേ? അയാളോട് കാണിക്കുന്ന സ്നേഹം, ആ സ്നേഹത്തോടെ പറയുകയാണ്, മഗ്‌രിബിന് ശേഷം കളിക്കല്ലേ, മഗ്‌രിബിന് ശേഷം കളിക്കാനുള്ള സമയമല്ല. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ. രാത്രി കിടക്കുമ്പോൾ നീ ശ്രദ്ധിക്കണോ, രാത്രിയുടെ സമയം ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് കളിക്കാനുള്ളതല്ല, ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, അറിയാതെ ആരെങ്കിലും വന്നു പോയെങ്കിൽ ശ്രദ്ധിക്കണേ എന്ന് സ്നേഹത്തോടെ, ഒരു കൊച്ചനുജന്റെ സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒരു കൊച്ചു ചേട്ടന്റെ സ്നേഹത്തോടെ പറയുകയാണ്. കളിക്കാനുള്ള സമയമല്ല. നിങ്ങൾക്കറിയോ, ആദ് സമുദായവും സമൂദ് സമുദായവും നശിച്ചു പോകാനുള്ള കാരണം ഖുർആൻ പറഞ്ഞതുണ്ട്.
والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد സമുദായത്തിനും സമുദായത്തിനോ ഫറോവക്കുമെല്ലാം അല്ലാഹു ശിക്ഷകൾ വാരിക്കോരിച്ചൊരിയാനുള്ള കാരണം വൽ ഫജ്രി വലയാലിൻ അശ്ർ പ്രഭാതങ്ങളും രാത്രികളും പ്രഭാതങ്ങളും അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ താന്തോന്നികളായി നടന്നതാണ് അതിന്റെ കാരണം എന്ന് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തവളകളെ അയച്ചിട്ട് അവരെ ശിക്ഷിച്ചു. എന്തായിരുന്നു തവള? എല്ലായിടത്തും തവള, ഭക്ഷണത്തിലും തവള. ഭക്ഷണം ഉണ്ടാക്കാൻ പാത്രം വെച്ച് അരിയിട്ട് തിളച്ചിട്ട് എടുത്തു നോക്കുമ്പോൾ നിറച്ച് തവള. ഇടങ്ങാറായി. ഒരു വന്നിട്ട് പറഞ്ഞു, മൂസേ ഒന്ന് ദ്വാരക്കൊന്ന് നകറ്റിത്തരാൻ. മൂസാ നബി ദ്വാരന്ന് പോയി, പക്ഷെ വിശ്വസിച്ചില്ല. അപ്പോഴാണ് വദ്ദമ, അടുത്ത തെറ്റാന്ന് അല്ലാഹു കൊടുത്തത്. ദമ, രക്തം. രക്തം തന്നെ എല്ലായിടത്തും രക്തം. കിണറിലെ വെള്ളം മുക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, പാത്രത്തിലേക്ക് പറഞ്ഞ രക്താവുക. ചായ കുടിക്കാൻ വേണ്ടി, ഉദാഹരണത്തിന് മസലൻ ചായ, വെള്ളം കുടിക്കാൻ വേണ്ടി അന്നത്തെ ഒരു ചായ ഉണ്ടാവുമല്ലോ, അത് ചിലപ്പോൾ ടീ ടൈമിൻ്റെ ചായ ആയിക്കൊള്ളുന്നില്ല. ടീ ടൈം അല്ലാണ്ടില്ല, ഇവിടെ അങ്ങനെ എനി ടൈം ഈസ് ടീ ടൈം. എല്ലാ സമയവും ചായൻ്റെ സമയമാണെന്നാണ് കോലി കൊടുത്ത പരസ്യമാണ്. ഞങ്ങളുടെ നാട്ടിലെ ഫിർദൗസില്ലേ, മൂപ്പരെ കമ്പനീൻ്റെ ഫ്ലാസ്ക്, അത് അതിൻ്റെ പരസ്യമാണ്. ഓല കടൻ്റെ മുമ്പിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. അന്ന് ഇതേപോലെ എന്തേ ഒരു ചായ ഉണ്ടാവുമല്ലോ, ആ ചായക്ക് വേണ്ടി വെള്ളം വെച്ചാൽ വെള്ളം വെക്കുമ്പോൾ തകരാറില്ല, പിന്നെ തിളച്ചിട്ട് എടുത്ത് വെക്കുമ്പോൾ മുഴുവൻ ചോര. വല്ലാത്തൊരു അല്ലേ? ചില വീട്ടിലൊക്കെ കാണാം നിറച്ച് എറുമ്പ്, ലോടുത്ത് എറുമ്പ്. ചില വീട്ടിൽ വല്ലാത്ത അസ്വസ്ഥതകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ അവർക്ക് വന്നത് അങ്ങനെയാണ്. മുഫസ്സിലാത്തിൻ ഫസ്തക്ബറു വകാനൂ ഖൗമൻ മുജ്രിമീൻ. ഇങ്ങനെ അല്ലാഹു ശിക്ഷകൾ അടിക്കടി കൊടുത്തു, മാറിയില്ല. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചത് എങ്ങനെയാ അല്ലാഹു ശിക്ഷിച്ചത്? വഔറത, എങ്ങനെയാ അല്ലാഹു ശിക്ഷിച്ചത്? വലഖദ് ഔഹൈനാ ഇലാ മൂസാ അൻ അസ്രി ബിഇബാദി ഫദ്രിബ് ലഹും തരീഖൻ ഫിൽ ബഹരി യബസാ ലാ തഖാഫു ദറകൻ വലാ തഖ്ശാ. മൂസ അലൈഹിസ്സലാമിനെയും ബനൂ ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിച്ചു. അവരെ കൊല്ലാനായി പിന്നിൽ വന്നു. മൂസ അലൈഹിസ്സലാമും ബനൂ ഇസ്രായേലും ഇങ്ങനെ ചെന്നു. ഈ ബനൂ ഇസ്രായേൽക്കാരാണ് തീരെ ക്ഷമല്ലാത്തൊരു കൗമാണ്. ഫറോവ ബേക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. സമുദ്രത്തിൻ്റെ അടുത്തെത്തി, ചെങ്കടല മുമ്പിൽ, ബേക്കിൽ ഫറോവയാണ്. ബനൂ ഇസ്രായേൽ ചോദിച്ചു, മൂസേ ഇതല്ലേ കുറേ കാലം ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ച്, നിൻ്റെ അള്ളാൻ്റെ സഹായം മറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ഫറോവ ഇവിടെ എത്തി, ഞങ്ങളിപ്പോൾ കൊല്ലും, ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചു. അപ്പോഴാണ് അല്ലാഹു മൂസ അലൈഹി സ്വലാമിനോട് പറഞ്ഞത്, ഫദ്റിബ് ബിഅസാകൽ ബഹർ. കയ്യിലൊരു വടി ഉണ്ടായിരുന്നു മൂസാ നബിയുടെ, ആ വടി കൊണ്ട് ബഹറിനടിക്കാൻ പറഞ്ഞു. അടിച്ചപ്പോൾ ബഹർ അങ്ങ് പിളർന്നു. ഫലസ്തീൻ യാത്ര ചെയ്ത ആളുകളുടെ ഈ കൂട്ടത്തിൽ ഓൽക്ക് മനസ്സിലാവും, ഓൽക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ സ്ഥലം. അവർക്ക് ആ സ്ഥലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ചെങ്കടൽ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നൊരു ഭാഗമാണത്. അപ്പുറത്തു നിന്ന് ഈജിപ്തിന്റെ മരുഭൂമി താണ്ടിയിട്ട് ഈ കടലിൽ വെള്ളം കണ്ടിട്ട് മാറിയിരുന്നപ്പോ ആ ചാലിലൂടെ അല്ലെങ്കിൽ ആ വിടവിലൂടെ മൂസ അലൈഹി സ്വലാമും ബനൂ ഇസ്രായേലുകളും നേരെ സിനായി മരുഭൂമിയിലേക്ക് കടന്നു. ഇത് കണ്ട ഫറോവ വിടവിലൂടെ അങ്ങനെ നടന്നു വരുമ്പോഴാണ് ആ രണ്ട് ഭാഗവും അങ്ങ് ചേർന്നത്. അങ്ങനെ ആ സമുദ്രത്തിൽ ഫറോവയെ അല്ലാഹു മുക്കിക്കൊന്നു. എവിടെ മുക്കിക്കൊന്ന് ശ്രദ്ധിക്കണേ, വെള്ളത്തിലാ. ഈ വെള്ളത്തെക്കുറിച്ചോ അവൻ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഈ പുഴകളും സമുദ്രങ്ങളൊക്കെ എൻ്റെ കൽപ്പന പ്രകാരമാണ് ഒഴുകുന്നത് എന്ന് ധിക്കാരപൂർവം പറഞ്ഞ ഫറോവയെ അതേ വെള്ളത്തിലിട്ടിട്ടാ അല്ലാഹു മുക്കിക്കുന്നത് എന്ന് ഖുർആൻ.
അതുകൊണ്ട് ധിക്കാരം കാണിക്കരുത്. അതുകൊണ്ട് ധിക്കാരം കാണിക്കരുത്. അള്ളാഹുവിന്റെ ധിക്കാരമല്ല, ഇട്ടം താഴ്മയാണ്. മൻ തവാളഅ ലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി താഴ്മ കാണിച്ചാൽ റഫഅഹുല്ലാഹ്, അള്ളാഹുവിനെ ഉയർത്തുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫറോവയെ അള്ളാഹു കൊന്നത് എങ്ങനെ അറിയുക? ഏത് വിഷയത്തിലാണ് അഹങ്കരിച്ചത് അതേ വിഷയം കൊണ്ട് അള്ളാഹു കൊന്നുകളഞ്ഞത്. ഇനി ലോകത്ത് മറ്റൊരു ധിക്കാരിയുണ്ട്. ആരാണത്? ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ആളാ, അബൂ ലഹബാണത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ذات ലഹബ വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ. ആരാണത്? ആരാ? അബൂ ലഹബ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇളയുപ്പയാണല്ലോ. എന്താ അബൂജഹൽ ചെയ്തത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ഓർക്ക നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിക്കുക, ഇതെന്നാൾ പറഞ്ഞു തീർന്നോട്ടെ എന്ന്. നാളെ നമ്മൾ പറയാ ഈ പ്രതിസന്ധി നേരിടുന്ന നമ്മൾ ചെയ്യേണ്ടത് എന്താണ്. പ്രതിസന്ധിയിൽ അത് അള്ളാഹു പറഞ്ഞതുണ്ട്, അത് നാളെ നമ്മൾ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച ആളാണല്ലോ അബൂ ലഹബ്. റസൂലുള്ളാഹി ആദ്യത്തെ പ്രബോധനം നടത്തിയപ്പോഴല്ലേ, അള്ളാഹനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോഴല്ലേ, ആ കൂട്ടത്തിൽ നിന്ന് തബ്ബല്ലക യാ മുഹമ്മദ്, എടാ മുഹമ്മദേ നിനക്ക് നാശമെന്ന് നിസ്സങ്കോചമില്ലാതെ പറഞ്ഞ ആളാണ് അബൂ ലഹബ്. ഈ അബൂ ലഹബ് ചെയ്തതെന്താ? ഖുർആൻ പറയുന്നു, നോക്ക് നിങ്ങൾ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ, അബൂ ലഹബിന്റെ കൈകൾ നശിച്ചിരിക്കുന്നുവെന്ന്. എന്താണ് ആ കൈയിന്റെ പ്രത്യേകത? എന്താ കൈ കൊണ്ട് ചെയ്ത ക്രൂരത? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനെ കുറിച്ച് പറയാൻ വേണ്ടി ഓരോ കുഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് അബൂ ലഹബ് തന്റെ കയ്യിൽ കല്ലുകൾ കരുതും. എന്നിട്ടോ റസൂലുള്ളാഹിന്റെ ബേക്കിൽ പോകും. അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അബൂ ലഹബ് ബേക്കിൽ നിന്ന് ഇങ്ങനെ കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിയും ശരീരത്തിലേക്ക്. ആരുടെ ശരീരത്തിലേക്ക്? ഹബീബായ റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക്. എന്നിട്ട് ഇങ്ങനെ പറയും, ആ നാട്ടുകാരോട് പറയും, ഗ്രാമക്കാരെ, ബൻ ആരാന്നറിയോ? ബൻ്റെ മോനാണ്, മുഹമ്മദാണ്. ഓൻ്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, അബ്ദുള്ള. ഓൻ്റെ മൂത്താപ്പയാണ് ഞാൻ, എൻ്റെ മോനാണ്. ഹാദാ മജ്നൂൻ, ഓന് ഭ്രാന്താണ്, അതുകൊണ്ട് അവനെ പറയുന്നത് കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിയുമത്രേ. അള്ളാഹിന്റെ ഹബീബ് ഒന്നും പറഞ്ഞില്ല. അള്ളാഹുവിന്റെ ഹബീബിനെ എറിഞ്ഞ ആ കൈകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ, അബൂ ലഹബ് നശിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു. അബൂ ലഹബ് മരിക്കുന്നതിന് മുമ്പേ അബൂ ലഹബ് നന്നാവൂല എന്ന് അള്ളാഹു പറഞ്ഞു. എന്താ കാരണം? അള്ളാഹിന്റെ ഹബീബിനെ വേദനിപ്പിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, അബൂ ലഹബ് ശാരീരികമായ വേദനിപ്പിച്ചത്, എന്നാൽ അള്ളാഹിന്റെ ഹബീബിനെ മാനസികമായി വേദനിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. എന്താ അവർ പറയാറുള്ളത്? അവർ സ്റ്റേജ് കിട്ടിയാൽ പ്രസംഗിക്കുക, പേന കിട്ടിയാൽ അവർ എഴുതുക. അള്ളാഹിന്റെ റസൂലിന്റെ ഉമ്മ നരകത്തിലാ. ആമിന ബീവി മുശ്രിക്കായി ചത്തുപോയ പെണ്ണ, മുശ്രിക്കത്തായി ചത്തുപോയ പെണ്ണ. അബ്ദുള്ള മുശ്രിക്കായി ചത്തുപോയ ആളാ. അതുകൊണ്ട് അവർ രണ്ടുപേരും നരകത്തിന്റെ അടിയിലെ തട്ടിലാ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മയും ഉപ്പയെയും ചീത്ത പറയുന്നത് അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുണ്ടാകുമോ എന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കേണ്ട സഹോദരങ്ങളെ. അബൂ ലഹബ് വേദനിപ്പിച്ച കൈയിന്റെ ഉടമ രക്ഷപ്പെടൂല എന്ന് അള്ളാഹു പറഞ്ഞെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളതിന്റെ അവസ്ഥ എന്താകും? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ലോകത്തെ വേറൊരു ധിക്കാരിയാണ്. ഒരുപാട് ആളുകളെ പറയേണ്ടത്. മറ്റൊരാൾ അബൂജഹലിനെ കൊന്നതാര? 2 ചെറിയ കുട്ടികളാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയിട്ട് വീഴ്ത്തിയതെന്നാണ്. ഭയങ്കര ധിക്കാരി. അതുകൊണ്ട് ധിക്കാരം കാണിച്ച് അവരുടെ അന്ത്യം മുഴുവൻ നിസ്സാരമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അവർക്ക് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പണ്ടൊരാളെ, ഒരു സാധാരണ മനുഷ്യനാണ്, നല്ലോണം കേൾക്കണങ്ങൾ, സാധാരണക്കാരനാണ്. അയാൾ എന്തോ ജോലിയൊക്കെ കഴിഞ്ഞ്, പണ്ടെല്ലാവർക്കും വണ്ടി വാഹനമൊന്നും ഉണ്ടാവില്ലല്ലോ, അന്ന് മുതലാളിമാരും ബസ്സിൽ തന്നെ പോണ കാലം. കുറച്ച് മുമ്പാണ്, അതൊരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അയാൾ ജോലിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും വസ്ത്രമൊക്കെ എന്താവും?
വിയർപ്പുണ്ടാവും, വിയർപ്പ് വാസനയൊക്കെ ഉണ്ടാവും. ഇപ്പം ഇയാളും ബസ് കയറിയ ഒരു മുതലാളിയുണ്ട് ബസ്സിൽ, ബസ് നിറച്ചു ആളാണ്, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഈ സാധാരണ പണിക്കാരൻ ഈ മുതലാളിൻ്റെ അടുത്താണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ബസ് ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ അങ്ങോട്ടും മുന്നോട്ട് ബാക്കോട്ടൊക്കെ ആവുമല്ലോ ആളുകൾ. അപ്പോൾ ഇയാളിങ്ങനെ ഈ മുതലാളിൻ്റെ മേത്തേക്കൊന്നും ഇങ്ങനെ അറിയാതെ പോയിട്ട് ഒന്നാട് ചാരിപ്പോയി. ചാരീനെ ഇയാൾ ആ ബസ്സിലിട്ടിട്ട് ഈ മനുഷ്യനെ ഇൻസൾട്ടാക്കി. എന്തൊക്കെ പറഞ്ഞെന്ന് കണക്കില്ല, ആ ചീത്തൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര മോശമായി ഇൻസൾട്ടാക്കി. ഇവൻ കുടുംബത്തെ പോറ്റാനായി വിയർത്തത്. ഭയങ്കരമായി ഇൻസൾട്ടാക്കി. കേൾക്കണോ നിങ്ങൾക്ക്? 2 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഇൻസൾട്ടാക്കിയ മുതലാളിയുടെ അവസ്ഥ എന്തെന്നറിയോ? അയാൾ രോഗിയായെന്നല്ല, അയാളുടെ ശരീരം പൊട്ടി ദുർഗന്ധം വമിക്കുന്ന രോഗം വന്നു. മാത്രമല്ല അയാള് മലവും മൂത്രവും ഒക്കെ കിടന്ന കിടപ്പിൽ തന്നെ പോകുന്നു. അവസാനം മക്കളും ഭാര്യയും വരെ കൈയൊഴിക്കുന്ന സാഹചര്യമുണ്ടായി. ധിക്കാരം കാണിക്കരുത്. ധിക്കാരം അല്ലാഹുവിന്റെ ഇഷ്ടമല്ലേ? അല്ല. അങ്ങനെ ധിക്കാരം കാണിക്കാതെ ഞാനാരാ ഞാൻ ചോദിക്കല്ലേ? ഞാനാരാ? പഴയ കാലത്തൊക്കെ ഞാൻ ഈ കണ്ണൂരാ ഭാഗത്തൊക്കെ ഈ പഴയ കാലത്ത് നിക്കാഹിന് പോയാലേ, ഇപ്പം അങ്ങനെ കാണില്ല, ഇപ്പം ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നിക്കാഹിന് പോയാൽ കാണാം നമ്മളൊക്കെ നേരം വൈകിയ ഭയങ്കര കുഴപ്പമായിരിക്കും. ആടെ പോയിട്ട് ഇരിക്കന്നെ. എന്താ, രണ്ടാമത്തെ പുതിയാപ്പിള നിക്കാഹ് ചെയ്യാൻ ആൾക്കാരൊക്കെ വന്നിട്ട് എല്ലാവരും ഇരിക്കുക. രണ്ടാമത്തെ പുതിയാപ്പിള കുളിക്കാൻ കയറിയിട്ടുള്ളൂ. എന്നിട്ട് ഈ വന്ന മനുഷ്യന്മാരും മറ്റുള്ളവരൊക്കെ കാത്തുക്കന്നെ. ഞാൻ ചോദിച്ചു എന്താ അങ്ങനെയെന്ന് ചോദിച്ചു. കുറേ സ്ഥലത്ത് ഇങ്ങനെ കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അത് ഈ പുതിയാപ്പളുടെ വെയിറ്റ് എത്രയെന്നുള്ളത് കാണിക്കൽ ഈ കല്യാണത്തിൻ്റെ ദിവസമാണെന്നാ. കുടുംബത്തിലെ കാരണവന്മാരെ വെയിറ്റ് എന്താന്ന് കാണിക്കൽ കല്യാണത്തിൻ്റെ ദിവസമാണെന്നാ. ഓരോ നാട്ടിലുള്ള വലിയ വലിയ കാരണവന്മാരുടെ കാരണോസ്ഥാനം എങ്ങനെയെന്ന് തിരിയല് ഈ ജാതി കല്യാണത്തിൻ്റെ ദിവസമാണ്. എന്താ, ഓലൊന്ന് വരാൻ അങ്ങനെ താമസിക്കുക. ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ടാവും. അപ്പം മൂപ്പരും ബാത്റൂമിൽ പോകണുള്ളൂ, പിന്നെ മറ്റോ കാലൊരക്കണുള്ളൂ, ഇയാൾ ഡ്രസ്സ് ഇടണുള്ളൂ. എന്താ, അയാൾ വന്നിട്ടേ നിൽക്കാൻ നടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ നാട്ടിൽ കുഴപ്പമുണ്ടാവും. ഇതിൻ്റെ ഒക്കെ പേര് ധിക്കാരമെന്നാണ്. ഇതിൻ്റെ പേര് ധിക്കാരമെന്നാണ്. ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്. പുണ്യനബിയെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞെന്തറിയാം നിങ്ങൾക്ക്? ആ ഹബീബിന്റെ അനുചരന്മാരിലെ നമ്മൾ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിലാ. അല്ലാഹുവിന്റെ ഹബീബ് സിമ്പിളായ മനുഷ്യനായിരുന്നുവെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹിൻ്റെ ഹബീബ് സിമ്പിളായിരുന്നു എന്നതാ. ഏതൊരു സാഹചര്യത്തിലും ആ സാഹചര്യത്തിനനുസരിച്ച് അള്ളാഹിൻ്റെ ഹബീബ് പെരുമാറുമായിരുന്നു എന്നാണ്. നമ്മൾ വെല്ലുവിലാവേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. റഹമുർറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല, രാജാതിരാജനായ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതി പ്രാപിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലേ, നമ്മളെ കണ്ണൂർ ജില്ലയിലല്ലേ, കോഴിക്കോട് ജില്ലേൻ്റെ തുടക്കമാണിത്. കണ്ണൂർ ജില്ല കുറച്ചുണ്ടായിരുന്ന കണ്ണൂർ ജില്ല തളിപ്പറമ്പ് തന്നെ സ്ഥലം അറിയില്ല നിങ്ങൾ? തളിപ്പറമ്പിലൊന്ന് പോയി നോക്കി. അല്ലേ, നിങ്ങളുടെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ആ നാട്ടിൽ ഞാൻ വയലു പറയാൻ പോയപ്പോഴാണ് ഒരാൾ എന്നോട് പറഞ്ഞത് തളിപ്പറമ്പ് എന്നാ അതിൻ്റെ ഒരു ഭാഗത്ത്. ആ നാടിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇവിടെയാണ് ആ സംസുൽമൻ്റെ കുരുത്തക്കേട് പറ്റിയ മനുഷ്യൻ എന്ന് പറഞ്ഞു എന്നോട്. എല്ലാവരും ശ്രദ്ധിക്കണം, ഔലിയാക്കളെ ചീത്ത പറയേണ്ട മനുഷ്യന്മാരുണ്ട്. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ചില ആൾക്കാരെ വിചാരം ഓല വലിയ ഉഷാറെന്നാ. ഏറ്റവും വലിയ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ്റെ സ്വഭാവം എന്താ പറയുക? പഠിച്ചോനെ ഞാനൊന്നുമല്ല റബ്ബേ, എൻ്റെ കഥ എന്താവും റബ്ബേ? അള്ളാഹുവേ റബ്ബേ നീ കരുണ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലട്ടല്ല റബ്ബേ എന്ന വിനയത്തോടെ ഉള്ള ചിന്തയാണ് അള്ളാഹുവിന് ഇട്ടോ. മഹാനായ ശംസുലമാൻ അബ്ബർ അല്ലാഹു മർഖദ ആ നാട്ടിൽ ഒരു കുറ്റിയടിക്കോ തറക്കല്ലിടാനോ പോയതാണ് പരിപാടി. ശംസുലമക്കൊരു സ്വഭാവമുണ്ട്. പുറത്തേക്ക് ഇറങ്ങേണ്ട സമയത്ത് മഹാനവറുകൾ തലപ്പാവിൻ്റെ മേലെ വല്ലിങ്ങനിടും. എന്തിനാന്നിട്ട് താഴത്തൊക്കെ നോക്കിയിട്ടാണ് നടക്കുക. എന്തിനങ്ങനെ വല്ലിടണേ? കണ്ണ് പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് കണ്ണ് അന്യ സ്ത്രീകളുടെ ശരീരത്തിൽ വന്ന് പതിക്കാതിരിക്കാൻ. അങ്ങനെ മഹാനവറുകൾ പോവാ. അതേപോലെ ആ പരിപാടിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവാണ്. അവിടെ ആ പരിപാടി നടക്കണ ആ വീട്ടിലെത്തി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ സ്ഥലത്തേക്ക് ഇങ്ങനെ പോണ സമയത്ത് ഏതോ ഒരുത്തൻ കളിയാക്കിയിട്ട് പറഞ്ഞു, അതാ മാമ പോണ എന്ന് പറഞ്ഞതാ. 2 മാസം കഴിഞ്ഞു. ഇയാളുടെ കവളത്തൊരു ചെറിയ മുറിവ് വന്നു. എത്ര ചികിത്സിച്ചിട്ടും സുഖായില്ല. ആ പഴുപ്പിങ്ങനെ വർദ്ധിച്ചു കവളാകെ പഴുത്തു. ഇത് ഞാൻ അന്ധകാലത്തെ ചരിത്രം പറയില്ല.
നിങ്ങളെന്റെ കൂടെ വന്നാൽ ആ നാട്ടിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോയി ആ നാട് ഏതാണ് എന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ചോദിച്ചാൽ മതി അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നോ? ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് ആ കവളിങ്ങനെ വ്രണമായി പിന്നെ അയാൾ പുറത്തിറങ്ങണ സമയത്ത് ഇങ്ങനെ ഇടാൻ തുടങ്ങി. അയാൾ പിന്നെ പുറത്തിറങ്ങണ സമയത്ത് ഇങ്ങനെ എന്താ കവള് ആർക്കും കാണിച്ചു കൊടുക്കാൻ കഴിയാതെയായി. ധിക്കാരം കാണിക്കരുത്. അത് വലിയവനോടാണെങ്കിലും ശരീരനോടാണെങ്കിലും. അള്ളാഹ് ഇഷ്ടമേതാണെന്നറിയാമോ? അള്ളാഹുവിന്റെ താഴ്മയാണ് ഇഷ്ടം. എന്റെ സഹോദര, അള്ളാഹുവിന്റെ താഴ്മയാണ് ഇഷ്ടം. അള്ളാഹുവിന്റെ താഴ്മയാണ് ഇഷ്ടം. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ ആരാണെന്നറിയുമോ? അള്ളാഹിന്റെ കുട്ടികളാരാ? അള്ളാഹ് ഇഷ്ടപ്പെട്ടവരാരാ? അള്ളാഹ് തന്നെ പറഞ്ഞു തരാം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. വളരെ താഴ്മയോടെ നടക്കുന്ന ആളുകളെയാണ് അള്ളാഹുവിനെ ഇഷ്ടമെന്ന്. റഹ്മാനായ റബ്ബേ, ആ വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്.